السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ബഹുമാനമുള്ള പണ്ഡിത മഹത്തുക്കളെ, പരിശുദ്ധമായ സമസ്തയുടെ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ ഇവിടെ സംഗമിച്ചിട്ടുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. 4-5 മാസമായി ഒരു ദിവസം പോലും ലീവില്ലാത്തൊരു പരിപാടിയാണത്. നമ്മളേതായാലും മെഷീനൊന്നല്ലല്ലോ, മനുഷ്യന്മാർ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് നല്ലത് പറയാനും നല്ലതനുസരിച്ച് ജീവിക്കാനും സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മുമ്പ് നടന്ന പ്രസംഗങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ വളരെ സുദൃഢമായി വളരെ വിശാലമായി ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വിഷയം കേൾക്കലല്ല ആവശ്യം, വിഷയങ്ങൾ കാണലാണ് എന്ന് വളരെ വ്യക്തമായി എനിക്കറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേരളത്തിന്റെ മണ്ണിൽ 8.5 പതിറ്റാണ്ടിലധിക കാലമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഈ സംഘടനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ മഹിതമായ സംഘടന ദുന്യാവിന്റെ ലാഭങ്ങൾ കൊതിക്കാതെ ആഖിറത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംഘടനയുടെ ലക്ഷ്യമെന്താണെന്ന് മഹിതമായ സംഘടനയ്ക്ക് ഒരു കാലത്ത് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവർകൾ നടത്തിയൊരു പ്രസംഗത്തിന്റെ ഭാഗം ഞാൻ ആദ്യം കേൾപ്പിക്കുന്നു. അള്ളാഹു മഹാനവർകളോടുകൂടെ സ്വർഗീയ ലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആദർശ പ്രചരണത്തിനും പ്രതിരോധത്തിനുമാണ് സംഘടന ഊർജം ചെലവഴിച്ചത്. ബഹുമാനപ്പെട്ട നബിയും അവിടുത്തെ സഹാബത്തും ആ സഹാബത്തിനോട് പിൻപറ്റിയതായ താബീങ്ങൾ തബഴ് താബീങ്ങൾ അടക്കം ഇന്നേവരെ ഭൂമി ലോകത്ത് വിശ്വാസപരമായിട്ടും കർമ്മപരമായിട്ടും തസവുഫ് സംബന്ധമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നുവോ ആ പ്രവർത്തനങ്ങൾ അപ്പോഴ പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്നാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ജനങ്ങളോട് പറയുന്നത്. ആ പ്രവർത്തനം നിലനിർത്താനാണ് മഹാന്മാരായിരിക്കുന്ന മശായിഖന്മാർ വടക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർഖദ മഹാനവറുടെ നേതൃത്വത്തിൽ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമായത് ആ ആവശ്യത്തിനാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും കാലം മുതൽക്ക് നടന്നു പോന്ന പ്രവർത്തനങ്ങൾ അലങ്കോലപ്പെടുത്തി പ്രവർത്തിക്കുന്ന ചില വിധവി പ്രസ്ഥാനക്കാർ പണ്ടുകാലത്ത് പുറപ്പെട്ടു. നമ്മുടെ കേരളത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് കാലക്രമീണയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരവസരം മദീന പള്ളിയുടെ മിമ്പറയിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ, നമ്മളെ ഷാമിൽക്കും യമനിക്കും നീ ബർക്കത്ത് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വ്യക്തി പറഞ്ഞു, ഫീ നജ്ദിനാ, യമനും ഷാമും നബിയെ തങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ, ബർക്കത്ത് കൊണ്ടുള്ള ദുആയിൽ ഉൾപ്പെടുത്തിയല്ലോ. ഞാൻ നജ്ദ് നാട്ടുകാരനാണ്, ആ നജ്ദിന്റെ കാര്യത്തിലും ദുആ ചെയ്യണം. അപ്പൊ റസൂൽ പറഞ്ഞത് വമിൻഹാ യഖ്റുജു ഖർറു ശൈത്താൻ,
ഷെയ്ത്താന്റെ പാർട്ടികൾ ആ നജിദിൽ നിന്ന് പുറപ്പെടുന്നതാണ്. കണ്ടോ നിങ്ങള്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ യഥാർത്ഥ രൂപത്തിൽ നിലനിന്നപ്പോൾ ആ ദീനിനെ ഘടകവിരുദ്ധമായി വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും ആശയങ്ങളിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത പരിശുദ്ധമായ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായി പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും ഇവിടെ കടന്നു വരുമെന്ന് ലോകത്തിന്റെ നായകൻ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്തിൽ പല ജാതി കക്ഷികൾ വരും, പല വാദക്കാർ വരും. അവർക്കും അടിസ്ഥാനപരമായി ഖുർആനും ഹദീസുമായിരിക്കും അടിസ്ഥാനപരമായി അവർ ഉൾക്കൊള്ളുന്നത്. ആ ഒരു വാദത്തിലായിരിക്കും അവർ വരുന്നത്. പക്ഷെ ഇവർക്ക് ഇവിടെ എവിടെയാണ് പിഴച്ചുപോയിട്ടുള്ളത്? അവർക്ക് ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നതിലും അതിനാവശ്യമായ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും വ്യാഖ്യാനിക്കുന്ന സ്ഥലങ്ങളിൽ വലിയ പാകപ്പിഴകൾ വന്നുപോയിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം, അത് ഏത് പേരിൽ അറിയപ്പെട്ടാലും ഏത് ഗ്രൂപ്പിൽ അറിയപ്പെട്ടാലും ശരി, ഇന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനം രണ്ട് പ്രതിബന്ധങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നിലവിലുള്ളത്. ഒന്ന് ബിദ്അത്തുകാരാണ്. ആ ബിദ്അത്തുകാർ പല പേരുകളിലായി പല അഡ്രസ്സുകളായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് അവർ ഭിന്നിച്ചതെന്ന് ചോദിച്ചാൽ ശാഖാപരമായ വിഷയങ്ങളുടെ പേരിലല്ല, അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർവചനം കൊടുക്കുന്ന വിഷയത്തിൽ, തൗഹീദിന് നിർവചനം കൊടുക്കുന്ന വിഷയത്തിൽ, ഇബാദത്തുകൾക്ക് നിർവചനം കൊടുക്കുന്ന വിഷയത്തിൽ പോലും അടിസ്ഥാനപരമായി പിഴച്ചുപോയിട്ടുള്ള ഈ വഹാബികൾ, അത് മുജാഹിദാകട്ടെ, ജമാഅത്താകട്ടെ, തബ്ലീഗാകട്ടെ, തെൽബീഖാകട്ടെ, ഖാദിയാനിയാകട്ടെ, ചേകനൂരാകട്ടെ, മൗദൂദിയാകട്ടെ, ഏത് അലവലാദികളാണെങ്കിലും ശരി, അവർക്ക് അടിസ്ഥാനപരമായ ആ വിഷയത്തിൽ തന്നെ വ്യതിചലനം സംഭവിച്ചു എന്നതാണ് അവരിൽ നിന്നുള്ള വിഷയങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഈ വിഷയത്തിന്റെ പേരിൽ ഇവിടെ രംഗപ്രവേശനം നടത്തിയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം അൽഹംദുലില്ലാ പല വിഷയങ്ങളിലും അവർ മാറ്റിത്തിരുത്തുകയും മാറ്റിമറിക്കുകയും ചെയ്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയാണ് ശരിയെന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. നോക്കൂ, നിങ്ങളൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് പറയാം, എന്താ അദ്ദേഹം പറയുന്നത്? ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക്, സുന്നികൾക്ക് ഇവിടെ വിശ്വാസമുണ്ട്, വിശ്വാസത്തോടു കൂടെ കർമ്മങ്ങളുണ്ട്. ഏതുപോലെ നമ്മൾ സ്വലാത്ത് ചൊല്ലണം നമ്മൾ വിശ്വസിക്കുന്നു, സ്വലാത്ത് നമ്മൾ ചൊല്ലണം. മഹാന്മാരെ ആദരിക്കണമെന്ന് വിശ്വസിക്കുന്നു, മഹാന്മാരെ ആദരിക്കുന്നു. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നു. തഅ്ളീമുമാ അല്ലമല്ലാഹു തഹ്ഖീറുമാ ഹഖറല്ലാഹ്. ഇതാണ് അസ്ലുൻ മിൻ ഉസൂലി അഹ്ലി സുന്നത്തി വൽ ജമാഅ. ഇത് നമ്മൾ വിശ്വസിക്കുകയും കർമ്മത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുന്നു. പക്ഷെ ഇയാൾ പറയാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം മാത്രമേ ഉള്ളൂ, കർമ്മങ്ങളില്ല. ഇനി വിശ്വാസത്തോടു കൂടെ കർമ്മങ്ങളും കൂടി കൊണ്ടുവരുമ്പോഴേ നമ്മൾ പരിപൂർണരാവുകയുള്ളൂ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു മൗലവി പറയട്ടെ, ഞാനൊരു തൗഹീദ് പ്രഭാഷകനാണ്, തൗഹീദ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലം ലഭിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ആ വിഷയത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, കർമ്മത്തിൽ കൂടി കൊണ്ടുവരുമ്പോഴേ പ്രതിഫലം ലഭിക്കുള്ളൂ എന്നാണ് മൂപ്പർക്ക് ഇപ്പൊ തിരിഞ്ഞിട്ടുള്ളത്. വിശ്വാസത്തോടൊപ്പം കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു, നമ്മുടെ ജീവിതത്തെ അല്ലാഹു പരിഗണിക്കുക. അപ്പൊ അള്ളാഹു ജീവിതം പരിഗണിക്കണമെങ്കിൽ വിശ്വാസം ഉണ്ടായാൽ പോരാ, സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയുള്ള ആയത്തോതിയാ പോരാ, അത് സ്വലാത്ത് ചൊല്ലണം. ഇങ്ങനെ വിഷയത്തിൽ കുറെ വിശ്വാസങ്ങൾ, കുറെ ഇൽമുകൾ പഠിച്ചാൽ പോരാ, അത് ജീവിതത്തിൽ തന്നെ പ്രാവർത്തികമായി കൊണ്ടുപോകണമെന്നാണ് ഇന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മുടെ ജീവിതത്തിൽ കണ്ടോ നിങ്ങൾ, നമ്മളോട് പറയല്ല, മുജാഹിദ് പ്രവർത്തകന്മാരുടെ മൂപ്പര് പറയണത്. നമ്മൾ ഇങ്ങനെ ഓയിലിച്ചേല് പോയാൽ പറ്റൂല, നമ്മളെ ജീവിതത്തിൽ ദിക്റുകളും ദുആകളും ഉണ്ടാവേണ്ടതുണ്ട്. കരുതിക്കൊണ്ട് ജീവിതത്തിൽ നിന്ന് വർജിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മുജാഹിദാന്ന് കരുതിയിട്ട് ദിക്റും ദുആയും ജീവിതത്തിൽ നിന്ന് വർജിക്കാൻ പാടില്ല. അത് ലീക്കി വീരാന്റെ വർജിക്കലാണോ എന്നറിയില്ല. ദിക്റും സ്വലാത്തും വർജിക്കരുത്, അത് ജീവിതത്തിൽ വേണമെന്നാണ് ഇപ്പൊ മൂപ്പര് പറയുന്നത്. അത് ശരിയാണ്, വളരെ ശരിയാണ്. എല്ലാ സ്ഥലത്തും ദിക്ർ ഹൽക്ക ഉണ്ടാവുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കൽ വരാന്നുള്ളത് ഇപ്പൊ തുറന്നു പറയാൻ. അപ്പൊ ദിക്ർ ഹൽക്കകളെ നമ്മൾ നിശിതമായി വിമർശിക്കുന്നു, സദസ്സുകളെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദിക്റുകൾ ഉണ്ടാവണം, തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും. അതാണ് കലിമത്ത് തയ്യിബ്. ആ കലിമത്ത് തയ്യിബ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇലൈഹി യസ്അദു കലിമത്ത് തയ്യിബ് വൽ അമലു സ്വാലിഹു യർഫഉഹു. നോക്കൂ, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഇത്തരം ഉത്തമവചനങ്ങളും സൽക്കർമ്മങ്ങളുമാണ് റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? കണ്ടോകള്,
പ്രവർത്തകന്മാരോട് ചോദിക്കുകയാണ്, നമ്മൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ അതുണ്ടോ എന്നാ മൂപ്പര് ചോദിക്കണത്. ഇല്ലാന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഊഷിപ്പിക്കേണ്ട നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതാണ് സഹോദരങ്ങളെ. പക്ഷേ സുബഹിക്ക് ശേഷം, നമസ്കാര ശേഷം ചില ദുആകളും ചില ദിക്റുകളും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ. എന്തേ പറഞ്ഞത്? സുബഹിന്റെ ശേഷം ദിക്റുകളും ദുആകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് എന്താന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. ഏതായാലും സുബഹിന്റെ ശേഷം ദിക്റും ദുആക്കുണ്ടെന്ന് മൂപ്പര് എന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിർവഹിക്കാതെ പോകലാണ് മുജാഹിദിൻ കൈകണ്ടു ചെയ്യുന്നത്. നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ ഇവിടെ തെറ്റിദ്ധരിച്ചാൽ ആരുണ്ടെങ്കിൽ അതൊക്കെ തലക്കുന്നിട്ട് തുടങ്ങിക്കാളി. അപ്പൊ മുജാഹിദ് എന്ന് പറയണമെങ്കിൽ നിസ്കരിച്ചതിന് ശേഷം മൂടും തട്ടി പോയാൽ പോരാന്ന്. പിന്നെ മൂപ്പര് തന്നെ പറയുന്നുണ്ട്, ചുമരുമ്മക്ക് റബ്ബർ വന്ന് എറിഞ്ഞ പോലെ മുജാഹിദാർ നിസ്കരിച്ചിട്ട് ഓടുകയാണ്, ഞങ്ങൾക്ക് നിർത്തിയേക്കണം എന്നാ മൂപ്പര് പറയണേ. അത് തന്നെ നമ്മളും പറഞ്ഞ ദിക്റുകൾ ചൊല്ലേണ്ടത് ചൊല്ലണം. ഓതേണ്ട വചനങ്ങൾ ഓതണം. ആയത്തിൽ കുറിച്ച് ആമിന റസൂലൊക്കെ മട്ടം പോലൊക്കെ ഓത്. അങ്ങനെയൊക്കെ തന്നെ നന്നാകാനുള്ള മാർഗം. അത് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് ശരി. അപ്പൊ അങ്ങനെ ഇതൊക്കെ മുമ്പ് തന്നെ അറിയാമെങ്കിൽ ഇത് തലക്കുന്നതിന് ആദ്യം തന്നെ തുടങ്ങിയാൽ മതി. ഇനി അപ്പൊ ഇത് ഈ ആയത്ത് ഹദീസൊക്കെ ഇനിയിപ്പോ എന്നാ ഇറങ്ങിയത് അല്ലാഹു അല്ലെ. ഏതായാലും നമ്മളിതിൽ നന്നാകുന്ന ആൾക്കാർ വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു കൊടുക്കുക. ഏതായാലും അങ്ങനെയൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നാ മൂപ്പരിപ്പ പറയണേ. ഞാനൊരു മുജാഹിദാവണമെങ്കിൽ നമസ്കാരം കഴിഞ്ഞ ഉടനെ റബ്ബർ സന്ദർശകരിലേക്ക് എറിഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത. അത് ശരി. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ചുമരുമക്ക് റബ്ബർ പന്ത് എറിഞ്ഞതുപോലെ ഓടിപ്പോകണമെന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്നാ മൂപ്പര് പറഞ്ഞത്. ആയിക്കോട്ടെ, ഇതെല്ലാം വഹാബികളൊന്നും കേൾക്കണം. നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഏതായാലും കേൾക്കണം. നിങ്ങൾ കേൾക്കലുമില്ല. നിങ്ങളെ നേതാക്കന്മാര് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് കേട്ടോ. മോനെ ഭാഗമൊന്നും കേൾപ്പിക്ക്. പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഓടിപ്പോകണമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഈ അമരസ്വാലികളാണ്. കണ്ണുകള് ഈ പറഞ്ഞതൊക്കെ അമല സ്വാലിഹികളാണ് എന്ന് തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടുള്ളത്. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, മോനെ 202 കേൾപ്പിക്ക്. ആരാഞ്ഞു വരുന്നേരങ്ങൾ സക്കരിയ സ്വലാഹി. ഞാൻ ആ വിഷയം കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഈ വരുന്ന ജനുവരി 1-ാം തീയതി നന്ദി ദാറുസ്സലാമിന്റെ മുമ്പിൽ വെച്ച് 10,000 പങ്കെടുക്കുന്ന വലിയൊരു മുഖാമുഖ സദസ്സ് നടക്കുന്നുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. സക്കരിയ സ്വലാഹിനെ തോല് വിളിക്കുന്ന ഒരു പരിപാടിയാണത്. ബഹുമാനപ്പെട്ട ധാരിമികൾ മാത്രം നടത്തുന്ന ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം കൈവരിക്കാൻ പോകുന്ന മുഖാമുഖ പരിപാടി നന്ദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയതിനേക്കാൾ 10 മടങ്ങ് ആളുകൾ ഈ സമയത്ത് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കേൾക്കാനുള്ള സംവിധാനം ഇവിടെ ഇന്റർനെറ്റ് സംവിധാനം, ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേൾക്കാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലാസ് റൂമിലൂടെ ഈ വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവരെയും ഈ വിഷയം സന്ദേശം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലിരിക്കട്ടെ, സക്കരിയ സ്വലാഹി പറയാണ്, പിന്നെ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിനി. ഇനിയിപ്പോ ഏതായാലും മരിച്ച വീട്ടിൽ മരിച്ചവന് ആ മരിച്ച മയ്യത്തിനടുത്ത് ഖുർആൻ ഓതുമ്പോഴെങ്കിൽ ഒരു അള്ളാനെ പേടി അന്നൊരു സുബീസ്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടൊന്നും ഞാൻ അത് ഒഴിവാക്കാൻ പാടില്ല എന്നാ മൂപ്പര് പറയുന്നത്. അതിന്റെ കോലം നോക്കിയാ നിങ്ങള് ഇതെത്താ സാധനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു നേതാവ് അത്രേ. എന്താ സൗണ്ടില്ല? തലക്കുന്ന പറ്റ സൗണ്ട് വെച്ച മരിച്ച വീട്ടിൽ അന്നെങ്കിലും ഒരു പടച്ചോനെ പേടിയും ഒരു ഖുർആനോത്തും എന്തായോ. മരിച്ച വീട്ടിൽ അന്നെങ്കിലും ഒരു പടച്ചോനെ പേടിയും ഒരു ഖുർആനോത്തും എന്തായോ. മരിച്ച വീട്ടിൽ അന്നെങ്കിലും ഒരു പടച്ചോനെ പേടിയും ഒരു ഖുർആനോത്തും ഒരു സുബൈക്ക് ലീക്കനും 4 ദിവസങ്ങളിലേക്ക് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതും കൂടി വേണ്ടാന്ന് ഇബ്ലീസ് അങ്ങനെ തീരുമാനിച്ചിരിക്കാം. അങ്ങനെ ഈ ഇബ്ലീസുകൾ അത് മാണ്ടാ തീരുമാനിച്ചു. നമ്മളത് മാറാൻ തീരുമാനിച്ചു. മൂപ്പരെന്നെ പറയാതെ ഇബ്ലീസുകൾ മാണ്ടാ തീരുമാനിച്ചു. ഇബ്ലീസ് എന്റെ പദല്ല, മൂപ്പര് മോനാന്ന് കേൾപ്പിക്കും. ഞാൻ പറഞ്ഞു എന്റെ കണ്ണക്കാരും നോക്കണ്ട. മൂപ്പരെന്നെ പറയണേ. വിഷയം കേൾക്കട്ടെ. കണ്ടങ്ങള്. അപ്പൊ അത് ഇബ്ലീസിന്റെ തീരുമാനമാണ് മൂപ്പരെന്നെ പറയുന്നുണ്ട്. അപ്പൊ ആ തീരുമാനത്തിൽ നിന്നൊക്കെ മാറി അതൊക്കെ വേണം എന്നുള്ളടത്തേക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാലം വരെ നിങ്ങൾ വിമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി ചില വിഷയങ്ങളിൽ കൂടെയൊക്കെ മാറ്റം സംഭവിക്കാനുള്ളൂ. അങ്ങനെയും കൂടി അങ്ങോട്ടായാൽ ഒത്തപ്പിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ മാർഗം അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. മോൻ 204. ഇനി ഞാൻ രണ്ടാമത്തെ കക്ഷി ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ സമയം വളരെ ചുരുക്കാൻ വിഷയങ്ങളോട് പറയാനുണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുക്കിയ കാര്യങ്ങൾ പറയാൻ. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ സംഘടന നല്ല നിലയ്ക്ക് ഇവിടെ മുന്നോട്ട് പോകുന്ന സമയത്ത്
ഈ പറയപ്പെട്ട ആളുടെ നേതൃത്വത്തിൽ 6 ആൾ മാറി നിന്ന് വേറൊരു സംഘടന ഉണ്ടാക്കിയല്ലോ. വേറെ സംഘടന ഉണ്ടാക്കിയത് ഇതേ പേരിലാണ്. നേരെ മറിച്ച് വേറൊരു പേരിലാണെങ്കിൽ നമുക്കിവിടെ പ്രശ്നമില്ല. ഇതേ പേരിലാണ് സംഘടന ഉണ്ടാക്കിയത്. അങ്ങനെ ആ സംഘടന ഉണ്ടാക്കുമ്പോൾ ആരാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്. ആരാ സെക്രട്ടറി? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഈ 2 ആളുകൾ പ്രസിഡന്റും സെക്രട്ടറിയുമായി സംഘടന ഇവിടെ നിലനിൽക്കുമ്പോൾ അതേ സ്ഥാനത്ത് 2 ആൾ കയറി നിന്നും മറ്റൊരു സംഘടന ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മളൊക്കെ നാടൻ ഭാഷയെ പറഞ്ഞ കുത്തിത്തിരിപ്പിനാണ് എന്നാണ് എന്റെ പച്ച മലയാളം. ഒരു മസ്ലഹത്തിലാണെന്ന് മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരാൾക്ക് പറയാൻ പറ്റൂല. ഈ 2 ആലിമ്യങ്ങൾക്ക് പിഴവ് സംഭവിച്ചപ്പോഴാണത്രേ ഇവർ വേറെ സംഘടന ഉണ്ടാക്കിയതെന്ന് ഇവരുടെ നേതാവുണ്ട് PKM സഖാഫി. ഇങ്ങനെ ഒരു കുപ്പിച്ചില്ലെന്നാ ഞങ്ങൾ പറയലേ. വരട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയാം, യഥാർത്ഥത്തിൽ EK അബൂബക്കർ മുസ്ലിയാരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം. അയാൾ പറഞ്ഞ വാക്കു നോക്കി നിങ്ങള്. EK അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് മാറ്റം. നിലപാട് മാറാത്ത സാധനങ്ങളത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയ്ക്ക് നിലപാട് മാറ്റം സംഭവിച്ചത്രേ. ആരാണിവർ? ഈ പറയപ്പെട്ട ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ചെരുപ്പെടുക്കാൻ പോലും അർഹതപ്പെട്ട ഒരൊറ്റ വിഭാഗത്തിലില്ല. ഉണ്ടെങ്കിൽ ഈ സംഘടനക്കെതിരെ, ശംസുൽ ഉലമയ്ക്കെതിരെ മറ്റുണ്ടാക്കിയ സംഘടനയിൽ ഇവർ കക്ഷി ചേരുമായിരുന്നു. പെട്ടെന്നുള്ള നിലപാട് മാറ്റം, അതായത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും ആ നിലപാടിലേക്ക് സമസ്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറയിലെ കുറെ ആളുകൾക്ക് അത് രസിച്ചില്ല. കുറെ ആളുകൾക്കല്ല, 6 ആളുകൾക്ക് രസിച്ചില്ല. ഇതിന് കുറെ ആൾക്കാരെ പറയണു. 40 എണ്ണത്തിൽ 6 എണ്ണത്തിൽ കുഴിന്തോണ്ടി രസിച്ചില്ല. ആ രസിക്കാത്തവരാണ് മാറി നിന്നിട്ടുള്ളത്. ഒന്നായിട്ട് വരവെക്കേണ്ട ആവശ്യമില്ല, 6 എണ്ണം വരവെച്ചാൽ മതി. മാത്രമാണല്ലോ അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന യുബായിയുടെ നീക്കം ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, സ്വന്തം ഉസ്താദിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി ആവശ്യമുള്ള കാര്യമായിരുന്നതുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും. ഏത് പോക്കാ സുന്നിക്ക് ക്ഷീണം ചെയ്യുക? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയുമായി മുന്നോട്ട് പോകുന്ന സമസ്ത എന്ന സംഘടന സുന്നിക്ക് ക്ഷീണം ചെയ്യും. ആ ക്ഷീണം മാറ്റാൻ വേണ്ടി നല്ല മനുഷ്യന്മാരുണ്ടാക്കിയ സംഘടനയാണ് അത്ര മുമ്പ് പറയാൻ പോണത്. അതിന് കുറെ നമുക്ക് സൗകര്യം പോലെ പറയാം. ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ സമസ്തയെ ഇനി രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. നിയമാനുസൃതം പുനർസംഘടിപ്പിക്കപ്പെട്ടു. അതൊക്കെ പല നുണകളിൽ ഒരു നുണയാണ്. ഇവിടെ ഇവരുടെ വിഷയത്തിലൂടെ സമസ്ത പുനഃസംഘടിപ്പിച്ചിട്ടില്ല. 6 ആളുകൾ മാറിപ്പോയി. ഇതിനെതിരെ ബദലുണ്ടാക്കാൻ വേണ്ടി അരവിന്ദാക്ഷമേനോനെ സമീപിച്ചു. അയാൾ പറഞ്ഞു കൊടുത്ത ചില വഴികളിലൂടെ ഒരു സംഘടന ഉണ്ടാക്കി ഇതിനെതിരെ കുതിര കയറാൻ വേണ്ടി നടന്നു. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 35 വയസ്സിന് താഴെയുള്ള, പോട്ടെ 40 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് പഴയ കാലത്തെ ചരിത്രങ്ങൾ അറിയില്ല. അവൾ പഴയ കാലത്തെ ചരിത്രങ്ങൾ പഠിക്കണം, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി പൊരുത്തവും കുരുത്തവും ഇല്ലാത്തതിൽ അസ്ഥിവാരമിട്ടു തുടങ്ങി. പിന്നെ അതിന്റെ മുകളിൽ എത്ര വലിയ ബ്രഹ്മാടുകൾ കെട്ടിപ്പൊനിതാലും അടിത്തറ എന്താണെന്ന വസ്തുതയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് ചില്ലറ വിഷയമാണോ? ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടൊക്കെ ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടില്ല. ഈ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെ, സമസ്തനെ പറ്റി SKSFനെ പറ്റില്ലേ ഒരു ഭീകരത ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? എല്ലാ സ്ഥലത്തും ഉണ്ട്. അല്ലെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ SKSF ഭീകര സംഘടനയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വ്യാപകമായൊരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. എന്താണ് അതിന്റെ വസ്തുത എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പത്രക്കാരുമായി അഭിമുഖം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതെന്താണ്? മഞ്ചേരിക്കടുത്ത എളങ്കൂരിൽ നടന്ന അബ്ദുൽ ഹാജിയുടെ കൊലപാതകം, ഓണപ്പറമ്പിലെ മദ്രസ കത്തിക്കൽ, അതുപോലത്തെ തളിപ്പറമ്പിലെ ബോംബ് സ്ഫോടനം, മണ്ണാർക്കാട് 2 പേർ മരണപ്പെട്ട കൊലപാതകം, ഈ വിഷയങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണെന്നും അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തത് പാണക്കാട്ട് തങ്ങളാണെന്നുമുള്ള ആ ഭാഷയിൽ ആ ധ്വനി നടത്തുന്ന രൂപത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പത്രസമ്മേളനം നടത്തുകയുണ്ടായി. എത്ര ഗൗരവമുള്ള വിഷയമാണിത്!
ഈ കേരളത്തിന്റെ മണ്ണിൽ ഐക്യത്തിനും ഒത്തൊരുമയ്ക്കും വേണ്ടി ശാന്തിയുടെയും സമാധാനത്തെ താരാട്ടുപാട്ട് പാടിയിട്ടുള്ള പാണക്കാട് കുടുംബത്തെ ഈ രൂപത്തിൽ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരാണ് അർത്ഥത്തിലുള്ള വാക്കുകൾ പറയുന്നത്. വളരെ ഖേദകരമായി പോയി. ഇത് മുസ്ലിം ലീഗുകാരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കാന്തപുരം പറയട്ടെ. ഇവിടെ നടന്ന കൊലപാതകം, മഞ്ചേരിയിൽ നടന്ന കൊലപാതകം, കണ്ണൂരിൽ നടന്ന പള്ളി ആക്രമം, മദ്രസ തീവെപ്പ്, ഇതിലെല്ലാം അക്രമികളെ സഹായിക്കാനാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിച്ചു കൊടുക്കുന്നത്. കണ്ടോള്, ഒരു RSSകാരനോ വാക്ക് പറഞ്ഞിട്ടില്ല, BJPക്കാരനോ വാക്ക് പറഞ്ഞിട്ടില്ല, ഇവിടെ CPMകാരനോ CPIക്കാരനോ വാക്ക് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ചില ആളുകളുണ്ട് കോയി അയലുമ്മക്കേറിയായി അതും ശരി തന്നെ ഇതും ശരി തന്നെ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഈ മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭിന്നിപ്പിച്ചതാർക്ക് ആരാന്ന് നമുക്കറിയാലോ. വളരെ വ്യക്തമായി നമുക്കറിയാം. അദ്ദേഹം ബാക്കിയോടും പറയട്ടെ. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നു. ഏറ്റവും വലിയ നേതൃത്വം പാണക്കാട് തങ്ങളാണ്. അദ്ദേഹം പറയണം, ഇവിടെ നിങ്ങൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിലേക്കോ അല്ലെങ്കിൽ കൊലപാതക സംഘടനാ പ്രവർത്തനത്തിലേക്കോ പോകാൻ പാടില്ല എന്ന് പാണക്കാട് തങ്ങൾ പറയണമത്രേ. ഇവർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊലപാതകങ്ങൾ പ്രശ്നങ്ങൾ നടത്താൻ. അപ്പൊ തങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് മുസ്ലിം ലീഗുകാർ ഇതിന് ഇറങ്ങിയത് എന്ന ധ്വനി ഉയർത്തുന്ന രൂപത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ആരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇല്ലാത്ത ആരോപണങ്ങൾ സമുദായത്തിന്റെ മേൽ ഊതിവീർപ്പിച്ചുണ്ടാക്കി തങ്ങളുടെ മുഖത്ത് വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാഞ്ഞുപോകാൻ മറ്റുള്ളവരുടെ മേൽ ആരോപണങ്ങൾ ചാർത്തുന്നവർ വളരെ ഗൗരവമായി വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കി, 1989 ആളുകൾ മാറിപ്പോയി ഈ പേര് മറ്റൊരു സംഘടന ഉണ്ടാക്കിയ സമയത്തെ പുലർത്തിയവർ ഇന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് അത്ര സംഘടന സമസ്തനെ പുലർത്തിയത്. അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കേൾപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ഈ സംഘടന പ്രവർത്തിച്ചു മുന്നേറുമ്പോൾ മുസ്ലിം ലീഗുകാർക്ക് ഈ സംഘടിത ശക്തി ലയിക്കുന്നില്ല, അവർ പുലർത്തി. എന്നിട്ടൊരു വിഭാഗത്തെ അവർ കൂടെ കൊണ്ടുപോയി. ഇന്ന് തലപ്പത്തിരിക്കുന്ന ആളുകൾ ഈ പാർട്ടിയെ പുറത്തു നിൽക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞാലിക്കുട്ടിയോ ബഷീറോ അവർ മാത്രം മാറി നിന്നാൽ പോരാ. ഇന്ന് തലപ്പത്തുള്ളവർ മുഴുവൻ മാറി നിൽക്കണം. നമുക്ക് സ്വക്കടുവണ്ണെ മനസ്സിലായിട്ടുണ്ട്. പാണക്കാട്ട് സയ്യിദന്മാരെ ചെയ്ത കുറ്റങ്ങൾ മറ്റുള്ളവരെ ചാർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പറയുന്നില്ല, സമയം വളരെ ചുരുക്കമാണ്. ആരാണ് ഇവിടെ ഭീകരവാദികളെന്നും ആരാണ് ഇവിടെ പ്രശ്നക്കാരിയെന്നും ഒന്ന് രണ്ട് വാക്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നമ്മൾക്കറിയാലോ, ഇവിടെ എളങ്കൂരിൽ നടന്നിട്ടുള്ള അബ്ദുഹാജിയുടെ കൊലപാതകം എന്താണ് അതിന്റെ വിഷയം? അതാണല്ലോ നിങ്ങൾ ഇറക്കിയ നോട്ടീസിലൊന്നും നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അബ്ദുഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വ്യക്തമായി പത്രത്തിൽ വന്നതാണ്. അതിന് വസ്തുനിഷ്ഠമായ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അത് പോലീസുകാർ ഇവിടെ പുറത്തിറക്കിയിട്ടുണ്ട്. എന്താ വിഷയം? എളങ്കൂരിൽ ആ പറയപ്പെടുന്ന മദ്രസ ബഹുമാനപ്പെട്ട മുഫദ്ദിസ് വിസിറ്റിന് വരികയാണ്. ആ വിസിറ്റിന് വരുന്ന അന്ന് മഗ്‌രിബിന് ശേഷം രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിംഗ് അറിയിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ സമസ്തയുടെ മദ്രസയാകുമ്പോ സമസ്തയുടെ പാട്ടിടും അല്ലെങ്കിൽ ഖുർആൻ ഓത്തിടും. അത് ഏത് സംഘടനക്കാരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും തങ്ങളുടെ പാർട്ടിയുടെയോ സംഘടനയുടെയോ പരിപാടികൾ നടക്കുമ്പോ അതിനു മുമ്പ് ആ സംഘടനയോട് ബന്ധപ്പെട്ട പാട്ടിടുകയോ ഓത്തിടുകയോ ചെയ്യുന്ന സാധാരണയാണ്. അങ്ങനെ മദ്രസയിൽ സമസ്തയുടെ പാട്ടിട്ടു. ഇതുകൊണ്ട് കലിതുള്ളിയ AP വാക്കാർ അവിടെ ഓടി വന്നു. ഇവിടെ പാട്ടിടാൻ പാടില്ല. നമ്മൾ പറഞ്ഞു സമസ്തയുടെ മദ്രസയാണ്, സമസ്തയുടെ മദ്രസയിൽ സമസ്തയുടെ പാട്ടിടുന്നതിന് എന്താണ് വിരോധമുള്ളത്? അതിന്റെ പേരിൽ വാക്കുതർക്കങ്ങൾ നടക്കുന്നു. അവിടെ അതിന്റെ പേരിൽ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇത് കേട്ടറിഞ്ഞ് രോഗിയായ അബ്ദുഹാജി ഓടി വരുന്നു. അബ്ദുഹാജിയുടെ 2 മക്കൾ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു എന്നറിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. ഇവർ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ട് അദ്ദേഹം അറ്റാക്ക് സംഭവിച്ച് അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു. വേഗം ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. 7:30 മണിക്ക് അബ്ദുഹാജി മരണപ്പെടുന്നു.
അബ്ദുഹാജി മരണപ്പെട്ടപ്പോൾ ഉടനെ കുടുംബ വീടുകളിലേക്കും ബന്ധപ്പെട്ടവരിലേക്കും അറിയിച്ചിട്ടുള്ളത് ഇതാ ഉപ്പ പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട്, കൊഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. സ്വാഭാവിക മരണം നാട്ടിൽ വ്യാപകമായി അറിഞ്ഞു. പിന്നെ 10 മണിക്ക് നമ്മൾ കേൾക്കുന്നത് SSFകാർ സംഘടിച്ച് മഞ്ചേരിയിൽ പ്രകടനം നടത്തി, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി, അബ്ദുഹാജിയെ ചവിട്ടിക്കൊന്നവരെ, കുത്തിക്കൊന്നവരെ, ഇടിച്ചുകൊന്നവരെ അറസ്റ്റ് ചെയ്യണം. എളങ്കൂർക്കാർ അന്തം വിട്ട് സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ കേൾക്കുന്നത്? ഇതുവരെ സ്വാഭാവികമായി അബ്ദുഹാജി കൊഴഞ്ഞു വീണ് മരിച്ചു എന്ന്, ബാപ്പ കൊഴഞ്ഞു വീണ് മരിച്ചു എന്ന് മക്കളും ബന്ധപ്പെട്ടവർ നാട്ടുകാരൊക്കെ അത് പ്രചരിപ്പിച്ചു. ആളുകൾ മരിച്ച സ്ഥലത്തേക്ക് മരിച്ചു, പ്രശ്നങ്ങളില്ല. പെട്ടെന്നാണ് ഒരു പ്രകടനം നടക്കുന്നു എന്നറിയുന്നു, പ്രശ്നങ്ങളായി. പിറ്റേ ദിവസം ഇദ്ദേഹത്തിന്റെ മയ്യത്ത് മഞ്ചേരിയിലെ മോർച്ചറിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താമായിരുന്നിട്ടും അതിനെ സമ്മതിക്കാതെ SSFകാരായ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു, ഇത് സ്വാഭാവിക മരണമാണ്. ഈ വസ്തു നമ്മൾ അറിയണം. അതിന്റെ പേരിൽ കുടുംബത്തിൽ നിന്നും പ്രശ്നം നടക്കുകയാണ്. സ്വാഭാവിക മരണം മരിച്ച, അറ്റാക്കായി മരിച്ച ബാപ്പയെ പോസ്റ്റ്മോർട്ടം ചെയ്ത മക്കളുടെ വിഷയത്തിൽ നിന്ന് കുടുംബങ്ങൾ അകൽച്ചയിലാണ്. അബ്ദുഹാജിയുടെ ഭാര്യ ഇന്ന് മൂത്ത മോനുമായിട്ട് ആലോക്യത്തിലാണ്. എന്തിനായി വാപ്പാനെ വെട്ടിമുറിക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയത്? ആദ്യം ബാപ്പ അറ്റാക്കായിട്ട് മരിച്ചു, കൊഴിഞ്ഞു വീണ് മരിച്ചു എന്ന് പറഞ്ഞ നിങ്ങൾ പിന്നെ എന്തിനാണ് ചവിട്ടിക്കൊന്നു, കുത്തിക്കൊന്നു എന്ന രൂപത്തിലുണ്ടാക്കിയത് എന്ന് ചോദിച്ച് മൂത്ത മകനോട് ഉമ്മ ഇന്നും പിണക്കത്തിലാണ്. ഇത് ചരിത്രപരമായ വസ്തുതയാണ്. ഇങ്ങനെയുള്ള സത്യമായ വസ്തുത അറിഞ്ഞിട്ടും അതിന്റെ പേരിൽ കള്ളപ്രചരണങ്ങൾ നടത്തുന്നു. എന്തിനാണ് നടത്തിയത്? തങ്ങൾ കൊണ്ടുവന്ന വ്യാജമുടിയുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ, ഇതിന്റെ മുമ്പിൽ മാനം കെട്ട സമുദായത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വന്നപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്തിട്ടുള്ള പല കുതന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. മാത്രമല്ല, മണ്ണാർക്കാട് 2 പേർ മരണപ്പെട്ടുവല്ലോ. അല്ലാഹു അവർക്ക് 2 പേർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആ 2 പേർ മരണപ്പെട്ടത് അവിടെ APK പ്രശ്നമല്ല, അവിടെ മുസ്ലിം ലീഗ് മാർക്കറ്റ് പാർട്ടി രാഷ്ട്രീയ പ്രശ്നമല്ല. ആ കൊലപാതകത്തിൽ പിടിക്കപ്പെട്ട ആൾ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, 1998 എന്റെ വാപ്പാനെ കൊന്നവരാണിവർ. പിടിക്കപ്പെട്ട പ്രതിയുടെ മൊഴിയാണ്. 1998 എന്റെ വാപ്പാനെ കൊന്നവരാണിവർ. വാപ്പാനെ കൊന്നതിന് പ്രതികാരം സൃഷ്ടിച്ചതാണ്. വാപ്പ മരിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളാണ്, ഇപ്പൊ ഇവര് വലുതായിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പാനെ കൊന്നവരെ കൊണ്ടപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികപരമായ പ്രതികാരം കൊണ്ട് കൊന്നതാണ്. ഇതിലെന്ത് സംഘടനയെ കൂട്ടര്, ഇതിലെന്ത് EAPK പ്രശ്നമാണ്. അങ്ങനത്തെ യാതൊരു ബന്ധവുമില്ലാത്ത പ്രശ്നത്തിൽ ഇവരെ ശുഹദാക്കന്മാരാക്കി മാറ്റി. അതിന്റെ പേരിലും ഈ സംഘടന പേരിലാണ് ഇവരെ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഈ മരണപ്പെട്ടുപോയ 2 ചെറുപ്പക്കാരുടെ ജ്യേഷ്ഠരുണ്ട്, കുഞ്ഞാൻ എന്നാ പേര്. അദ്ദേഹം ഇതുവരെ ഹോസ്പിറ്റലിലായപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പരിശോധിക്കണം. മരിച്ചുപോയവരെ പറ്റി നമ്മൾ പറയുന്നില്ല. സ്വന്തം ഭാര്യയെ കുളിമുറിയിലിട്ട് ചുട്ടുകൊന്ന ആളാണ് ഈ മരിച്ചുപോയ 2 ജ്യേഷ്ഠനായ കുഞ്ഞാൻ എന്ന് പറയുന്ന ആള്. അവർക്കും ദീനുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ വളരെ വ്യക്തമായി കാര്യത്തിന്റെ വസ്തുത അറിയാമായിരുന്നിട്ടും ഇതിന്റെ പേരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളെയും ഭീകരവാദികളാണെന്നും അതുപോലെ തന്നെ തീവ്രവാദികളാണെന്നും പറഞ്ഞ് പ്രചരണം നടത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ മാന്തുകയാണെങ്കിൽ നാട്ടം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മോനെ 211 കേൾപ്പിക്ക്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞെന്തുകൊണ്ടാണ് നിങ്ങള്? ഇവിടെ പ്രഭാഷകനായ അലവി സഖാഫി കൊളത്തൂര് പറയുന്നുണ്ട്, തലച്ചോറിന്റെ ഉള്ളിൽ ഒറ്റൊന്നിന് കിഴുന്നില്ല. അതൊക്കെ മനസ്സിലായെന്നറിയില്ല. തലച്ചോറിന്റെ ഉള്ളിൽ ഒറ്റൊന്നിന് കിടിനില്ല. ആ തകരാറ് നിങ്ങൾക്ക് ഉണ്ടായത് മനുഷ്യന്മാർക്ക് ഉണ്ടാകേണ്ട സാധനങ്ങൾ ഉണ്ടാകേണ്ടടുത്തല്ല. നിങ്ങൾക്ക് മുട്ടും കാടിനുള്ളിൽ ഔത്തർച്ചി, തലന്റെ ഉള്ളിൽ കിടിനി, അതുകൊണ്ടൊക്കെ നിങ്ങൾക്കുള്ള തകരാറ്. അത് ഞാൻ പറയട്ടെ, ആൾപ്പാർക്ക് വേണം. വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ല. പണ്ടൊരാൾ വന്ന് കിടിനില്ല എന്ന മാതിരി ഇതിന്റെ ഉള്ളിൽ അതില്ല. കാരണം തലന്റെ ഉള്ളിൽ കിടിനില്ല. ആ തകരാറ് അങ്ങക്ക് പറ്റിയത് മനുഷ്യന്മാർക്ക് എന്താണ് സാധനങ്ങൾ ഉണ്ടാകേണ്ട സ്ഥലത്തല്ല നിങ്ങൾക്കുള്ളത്. അതുകൊണ്ടാണ് ഈ പച്ചക്കളവും തോന്നിവാസങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ അതൊന്നും കൂടുതൽ കടക്കുന്നില്ല. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, മുടിയുടെ വിഷയം ഇവിടെ സജീവമായി വന്നു. വലിയ വലിയ വിവാദങ്ങൾ വന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് ഒറ്റവാക്കിലേക്ക് ഞാൻ കടന്നു വരും. ഈ വിവാദങ്ങൾ ഇവിടെ നടന്നു വന്നപ്പോ കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ച പൈസക്ക് യാതൊരു തനിവാറില്ലാതെ വന്നപ്പോ നമ്മൾ ചോദിച്ചു, എവിടെയാണ് പൈസ? അതിൽ പള്ളി എവിടെയാണ്? അതിന് നൗഷാദ് ഹുസൈനിന്റെ മറുപടി എന്താ? നിങ്ങൾ മൂപ്പര് പറയാ, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പിന്റെ പെര വലിയതല്ലേ? അതിന് മറുപടി, ഗേറ്റ് വലിയതല്ലേ? കണ്ണിൽ കരട് വരും, മൂക്കുകൂടെ ഊതല്. നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി പിരിച്ച പണം എവിടെ? പള്ളി എവിടെ? അത് ചോദിച്ചാലുള്ള മറുപടി പറയട്ടെ. കണിക്ക് കണ്ടോ നിങ്ങൾ? കണ്ണാടിപ്പറമ്പിന് താമസിക്കാനുള്ള കണ്ണൂരിലെ തൊഴിലാളികൾ 1 കോടി 100,000 അതിന്റെ ഗേറ്റ് നമ്മൾ നോക്കുന്നത്.
ഇനി അതിന്റെ ഓരോന്നും ഇങ്ങെടുത്തോ. അതിന്റെ ചുമരാണ് ഇത് പഠിച്ചത്. എത്ര പെൺകുട്ടികളെ കെട്ടിക്കുന്നത്? അത് ശരി, എത്ര പെൺകുട്ടികളെ കെട്ടിക്കല. ഇത് ഈ കണ്ണാടിപ്പറമ്പ് ഗൾഫിലായിട്ട് പോയി അധ്വാനിച്ച നിങ്ങളെ പോലെ റസീദ് പിരിച്ചാണ്, നുണ പറഞ്ഞ് പിരിച്ചതല്ല. അങ്ങനെ മാന്യമായി അധ്വാനിച്ച പണമുണ്ടാക്കി പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ പറ്റിച്ചുകൊണ്ട് പണമുണ്ടാക്കി പള്ളിയുടെ പേര് ചൂഷണം നടത്തിയ പണം എവിടെയെന്ന് ചോദിച്ചപ്പോ കണ്ണാടിപ്പറമ്പിന്റെ വില വലിയതല്ലേ, അതിന്റെ ഗേറ്റ് വലിയതല്ലേ എന്ന മറുപടിയാണ് നൗസാദ് ഹസരി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മൂപ്പര് പറയാ, ഈ കണ്ണാടിപ്പറമ്പിന്റെ വീടിന്റെ ഗേറ്റ് വിറ്റ എത്ര പെൺകുട്ടികളെ കെട്ടിക്കാം, എന്താ നിങ്ങൾക്ക് മാന്തണ്ടായി ഒരു ഭാഗത്തെ കണ്ണുള്ളൂ. അതേപോലെ ആ നിങ്ങൾ ഉസ്താദിന്റെ വിഷയത്തിലേക്കൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടെ? അവ സ്വന്തം വിഷയത്തിലുള്ള തകരാറുകൾ കണ്ടുപിടിക്കാനുള്ള മനസ്സുവർക്കില്ല. മുടിയുടെ വിഷയങ്ങൾ ഇവിടെ സജീവമായി നടന്നപ്പോ ഇതിന് സമയത്ത് അദ്ദേഹം ബോംബെയിൽ പോകേണ്ട സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. ബോംബെയിൽ പോകേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെ ബോംബെയിലെത്തിയപ്പോൾ അവിടുത്തെ പ്രവർത്തകന്മാർ പറഞ്ഞു, അത്ര ഉസ്താദെ, ഇവിടുന്ന് കുറച്ചാണ്ട് പോയാൽ നമ്മളെ മറ്റാളെ സ്ഥലമുണ്ട്. ഏതാ സ്ഥലം എന്ന് പറയേണ്ടതില്ലല്ലോ. കാന്തപുരത്തിന് മുടി കൊടുത്ത മുഹമ്മദ് ഇഖ്ബാൽ നൂലാമാല എന്ന് പറയുന്ന ആള് താമസിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ നൂലാമാലെടുത്തുകൊന്ന് പോകല്ലേ എന്ന് ചോദിച്ചത്ര പേരോടിനോട്. അവ പേരോട് പറഞ്ഞ മറുപടി എന്താണെന്ന് ഞാൻ പറയണില്ല, മൂപ്പര് പറയട്ടെ. അതിന്റെ അടുത്ത് മൂപ്പര് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരാളെ കണ്ടു, എന്താ പേര്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ പേര്? എന്റെ പേര് കുഞ്ഞിക്കോയ തങ്ങൾ. തങ്ങളാലേ, എന്നാ നിങ്ങൾ തങ്ങളാന്ന് തെളിയിക്കുന്ന സനത് തരി എന്ന് നമ്മൾ ചോദിക്കലുണ്ടോ? ചോദിക്കലില്ല. എന്നതുപോലെ മുടിഞ്ഞും സനത് ചോദിക്കാൻ പാടില്ല. മൂപ്പര് പുതിയൊരു ഇജ്തിഹാദ. നമ്മളെ തങ്ങന്മാരെ സനത് വേണം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ വിഷയം മാറ്റരുത്. ഇവിടെ വിഷയം മുടിയാ. ആ മുടി, അതാണ് നമ്മളിവിടെ മർമ്മപ്രധാനമായ വിഷയം. അതിൽ നിന്ന് ഇപ്പോൾ മാറാൻ പറ്റൂല. കാരണം നിങ്ങൾ ഒരുപാട് ബിസിനസ്സുകൾ, ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നാലൊന്നും ഞങ്ങൾ ഇതുപോലെ കൂടിയിട്ടില്ല. പക്ഷേ ഈ വിഷയം ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ കച്ചവടവൽക്കരിക്കുമ്പോ ഈമാനുള്ളവർക്ക് ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കാൻ പറ്റൂല. പറയട്ടെ. നിങ്ങളുടെ പേരെന്താ? കുഞ്ഞിക്കോയത്തങ്ങൾ തങ്ങളാ? അതിന്റെ സെനതെന്താ? ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേരെന്താ? അങ്ങനോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചോദിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ തങ്ങന്മാരെ സനതല്ല വിഷയം, ഇവിടെ മുടിന്റെ സനത. ആ വിഷയങ്ങളെ മറക്കരുത്. അങ്ങനെ തജസ്സുസിയാണ് അല്ലാഹു ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. തജസ്സുസ് ചെയ്യാൻ പോകേണ്ടതുമില്ല. തജസ്സുസി എന്ന് പറയുന്നത് മോമിനിയിൽ കേൾപ്പിച്ച സംഗതിയല്ല. ഒരാൾ പറഞ്ഞാൽ വിശ്വസിച്ചോളാം. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ബോംബെ പോയി അവിടെ ഒരു അഖിലേന്ത്യാ തരത്തിലുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതാ. ചെറിയ സംഗതി പിന്നെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്നോട് പലരും പറഞ്ഞു, ഇതാ ബോംബെയിലുള്ളൊരു സ്ഥലം, ഇങ്ങോട്ടൊക്കെ പോയിട്ടൊന്ന് പരിശോധിച്ചാളാണ്. സംഗതി എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ തിരിയുമല്ലോ. അത് ഞങ്ങൾക്ക് തിരിയും. കാരണം നിങ്ങൾ എന്നോട് പരിചയപ്പെടുത്തിയത് ബോംബെ എന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം വെക്കുന്ന കോലത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയോണ്ട് അത് എന്തിനാണെന്ന് ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കാന്തപുര സ്ഥലം പറഞ്ഞ അതിന്റെ അപ്പുറം പിന്നെ ഒരു പരിശോധനയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? എനിക്ക് കാന്തപുര ഉസ്താദ് പറഞ്ഞ അതിന്റെ അപ്പുറം ഞങ്ങൾക്ക് വേറൊന്നുമില്ല. അതാ ഹബീബന്മാരെ ഞങ്ങൾക്ക് പറ്റിപ്പോയ തകരാറ്. കാന്തപുരം എന്നത് അദ്ദേഹം നിങ്ങൾക്കൊരു തിബിലയായി മാറി. അതാ ഞങ്ങൾക്ക് പറ്റിപ്പോയ തകരാറ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടോലോ. കാന്തപുരം പറഞ്ഞാൽ അപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ല. കാന്തപുരം എന്നത് തെറ്റുപോലും സംഭവിക്കാത്ത മാസവുമായ ഒരാളാണ് എന്ന് വിശ്വസിച്ചതാണ് നിങ്ങൾക്ക് പറ്റിയ തകരാറ്. നേരത്തെ ബഹുമാനപ്പെട്ട തോട്ടുമുഖ സഖാഫി പറഞ്ഞതുപോലെ നിങ്ങൾ ഖബറുൽ ഉലമയായി കണ്ടോളൂ, മൗലാനയായി കണ്ടോളൂ, സുൽത്താനുൽ ഉലമയായി കണ്ടോളൂ, നമുക്ക് അതിനൊന്നും തകരാറില്ല. പക്ഷെ ഒരു മാസമാണ്, തെറ്റ് സംഭവിക്കാത്ത ആളാണ് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് മുതിർന്ന ആളുകൾ എത്തിയാൽ പിന്നെ താഴെയുള്ളവരെ കഥ പറയാനില്ലല്ലോ. പരിശോധിച്ചാളാണ്. സംഗതി എന്താന്ന് ഞാൻ പറയാൻ തന്നെ തിരിയുമല്ലോ. അല്ല പിന്നെ പരിശോധിക്കാൻ പോണേ ഞാൻ. സഹോദരന്മാരെ, സൗണ്ട് കൂട്ടുവേണേ. നമ്മൾ വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കണം. ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെ, വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കണം. എന്നാ വിശ്വസിച്ചാലോ? വിശ്വസിച്ചാൽ വഞ്ചിക്കരുത്. അത് തന്നെ നമുക്കും പറയാനുള്ളത്. അതൊന്ന് വിളിച്ചു പറഞ്ഞാളി ഉസ്താദിനോട്. വിശ്വസിച്ചാ വഞ്ചിക്കരുത്. എന്തിനാണോ പണം പിരിച്ചതെങ്കിൽ ആ പണം പിരിച്ച സംഗതി ഇവിടെ നടപ്പിലാക്കണം. പാവപ്പെട്ട കേരളീയ മുസ്ലിമീങ്ങളെ എത്ര കൊല്ലമായി വിഷയത്തിൽ നിങ്ങൾ മുഴുവനിൽ നിർത്തുന്നു. അതുകൊണ്ട് വിശ്വസിച്ചാ പിന്നെ വഞ്ചിക്കാൻ പാടില്ല. മുമ്പ് ഹദീസ് ഒന്ന് നോക്കട്ടെ. അതേ, അത് ഇന്നലെ ഞാൻ
ഓടിക്കൊടുത്ത ഹരീഫാണ്. അത് ഇങ്ങനെയല്ല, 2 ദിവസം മുമ്പ് ഓടിക്കൊടുത്ത ഹരീഫാണ്. അതിനിപ്പോ എന്ന് ഓടി കൊടുത്താലും മടി, ഇനിയിപ്പോ അതിന് കച്ചറ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഹദീസുണ്ട്. വിശ്വസിച്ചാൽ ചതിക്കാൻ പാടില്ലാന്ന് ഹദീസുണ്ട്. ആ ഹദീസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മൾ. എന്നാൽ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ വേദിയിലും പറയാറുള്ളത് പോലെ ഈ വേദിയിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ബിസിനസിന്റെ പേരിലോ ഒരു കമ്പനിയുടെ പേരിലോ അല്ല ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെ പേരിൽ അല്ല. ഇതൊരു മതസംഘടനയുടെ പേരിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് 2 ആഴ്ച മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ള മാതൃഭൂമിയാണിത്. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആരെങ്കിലും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരടുത്തുള്ള മരത്തിന്റെ കൊമ്പത്ത് മുറുക്കി പിടിക്കാന്നല്ലാതെ ഇതിനൊന്നും നമുക്ക് മറുപടി പറയാനില്ല. 2013 നവംബർ 24 ഇറങ്ങിയിട്ടുള്ള മാതൃഭൂമി ആഴ്ച പതിപ്പിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൊടുത്തൊരു അഭിമുഖമാണ്. ഈ അഭിമുഖത്തിൽ പറഞ്ഞ വിഷയങ്ങൾ നാളെ അയാൾ തിരുത്തി പറഞ്ഞാൽ മറ്റന്നാൾ മുതൽ ഈ പരിപാടി നമ്മൾ നിർത്തിവെക്കും. എന്താ അത് വിഷയങ്ങള്? ഞാനത് വായിക്കാം. അതിനു മുമ്പ് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ സന്തോഷ വാർത്ത? ഈ മുടിയുടെ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 3 അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അള്ളാഹു സത്യം പോലെ പുറത്തു കൊണ്ടുവരാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മുടിയുടെ വിഷയത്തിൽ അന്വേഷിക്കാൻ കേരള ഗവൺമെന്റിനോട് പറഞ്ഞ പോൽക്കൊരു വയറ്റുനോക്കും മൂലവേദനൊക്കെ അന്വേഷിക്കാൻ. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയില്ല, ആ ന്യൂസ് ഒന്ന് കേൾക്കി. തിരികെ വിവാദത്തെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. പ്രധാനമായും സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഐഡിയും മിലിറ്ററി ഇന്റലിജൻസും അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കുന്നത്. മലബാറിലെ ഇരുവിഭാഗ സുന്നികൾക്കിടയിൽ വിവാദമായി മാറിയ തിരുരസത്തെക്കുറിച്ച് ഉന്നതതല നിർദ്ദേശത്തെ തുടർന്നാണ് വിവിധ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ അന്വേഷണം. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് പുറമെ മിലിറ്ററി ഇന്റലിജൻസും വിവരശേഖരണം ആരംഭിച്ചു. സംസ്ഥാന പോലീസിൽ നിന്നടക്കം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ പ്രാഥമിക വിശദാംശങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. മിലിറ്ററി ഇന്റലിജൻസിന്റെ പൂനെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. ഇതിന്റെ ഭാഗമായി വിവാദമായ തിരികേശം വിദേശത്തു നിന്നും കേരളത്തിലെത്തിയ സാഹചര്യവും പരിശോധിക്കുന്നുണ്ട്. തിരികേശം സ്ഥാപിക്കാനായി 40 കോടി ചിലവിൽ ആരംഭിക്കാനിരിക്കുന്ന പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. വിദേശ പണം എത്തുന്നുണ്ടോ എന്നും പരിശോധനയിൽ ഉൾപ്പെടുന്നു. പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണമുണ്ടാകും. എന്നാൽ ഇതുവരെയുള്ള പരിശോധനയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതായുള്ള വിവരങ്ങളൊന്നും തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. അന്വേഷണം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. ഇൻഷാല്ലാഹ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനമാവും. തിരുകേശത്തിന്റെ ആധികാരികതയെ കുറിച്ചല്ല പരിശോധനയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നോ എന്ന് മാത്രമാണ് പരിശോധനയെന്നാണ് ലഭ്യമാകുന്ന വിവരം. റിപ്പോർട്ടർ, കോഴിക്കോട്. കണ്ടോങ്ങള്, ഒരു മതപണ്ഡിതന് കൊണ്ടുവന്നൊരു വിഷയത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ കമ്മീഷനെ നിയമിച്ച് തട്ടിപ്പിന്റെ പേരിൽ അന്വേഷണം നടത്തുന്ന ഗതികേട് നിങ്ങൾക്ക് വന്നല്ലോ. എന്തുകൊണ്ടാണ് ഇത് വന്നത്? മഹിതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആലിമീങ്ങളെ കുതിര കയറിയിട്ട് മാറിപ്പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണമായിരുന്നു. നിങ്ങൾ തലതെറിഞ്ഞത് തീക്കൊള്ളി കൊണ്ടാണെന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അദ്ദേഹത്തോട് ഒരുപാട് വിഷയത്തെപ്പറ്റി അഭിമുഖം നടത്തുന്നുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യം നോക്കൂ നിങ്ങൾ. അങ്ങനെയായിരുന്നെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ. ചോദ്യം, മറുപടി: ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ. ഇത്ര നല്ലൊരു മനുഷ്യന്മാർ നോക്കി, ഒരു വിവാദം നാട്ടിലുണ്ടാക്കാത്ത മനുഷ്യന്മാരാ. പള്ളി 2 എണ്ണാക്കിയിട്ടില്ല, മദ്രസ 2 എണ്ണാക്കിയിട്ടില്ല, മഹല്ലിൽ പ്രശ്നമാക്കിയിട്ടില്ല, വഖഫ് സ്വത്ത് ഓടിച്ചിട്ടില്ല, അതിന്റെ പേര് തല്ലുമുടി ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ പേര് കുടുംബങ്ങളെ തെറ്റിച്ചിട്ടില്ല, അതിന്റെ പേര് ഒരു മഹല്ലത്തിൽ പെരുന്നാളും അതേ മഹല്ലത്തിൽ ആ ദിവസം നോമ്പുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്ത നല്ല മനുഷ്യന്മാരാണ് ഒന്നെന്നെ പറയണത്. ഞങ്ങളിവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? മർക്കസ് കൊത്തിക്കോരി കൊണ്ടുപോകണമെന്ന് ആരും പറഞ്ഞില്ല. അത് ചാണത്തിന്റെ ഉണ്ടോന്നല്ലത് കൊത്തിക്കോരി കൊണ്ടാകാനേ. അങ്ങനെ ആരും ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. മാത്രമല്ല, പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരുകേശം തന്നെയാണ്. അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. നോട്ടീസ് അടിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിട്ടില്ല. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണിത്. ഈ മുടിയുടെ പേര് ഞങ്ങൾ നോട്ടീസ് പോലും അടിച്ചിട്ടില്ല. ഇത്ര നല്ലൊരു മനുഷ്യന്മാർ നിങ്ങൾ വേറെവിടെയും കണ്ടുകൊടുക്കും. ഇങ്ങളെ ഈ കൊടുമുടി പ്രദേശത്ത് തന്നെ എത്ര ഫ്ലക്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇവിടെ ഫ്ലക്സ് വെച്ചിട്ടില്ല. ഈ മുടിന്റെ ഇവരെന്താ എഴുതിയത്? ഇതിന്റെ വേണ്ടി ഞങ്ങൾ നോട്ടീസ് പോലും അടിച്ചിട്ടില്ല. പച്ച മലയാളത്തിലാണ് എഴുതിയത്. കേരളത്തിൽ ലക്ഷോപലക്ഷം ഉറുപ്പിക വരുന്ന ഫ്ലക്സുകൾ അടിച്ചു.
രണ്ടര കൊല്ലം ഉളുപ്പില്ലാതെ ഫ്ലക്സ് വളവിലും തെരുവിലും തൊള്ളിയും കാട്ടി റോട്ടും നോക്കിയൊക്കെ നിന്നു. ഇവർക്ക് ഏതായാലും ഉളുപ്പില്ല. ഈ ഫ്ലക്സ് ആണെങ്കിൽ ഐറ്റങ്ങൾ മാനം കെട്ടു. അവസാനം വെയിലും മയം കൊണ്ട് ഫ്ലക്സൊക്കെ റുക്കൂലും സുജൂദിലായിട്ട് കഴിഞ്ഞാൽ എടുത്തേക്കാൻ പോലും ആളില്ല. പിന്നെ ഇവരൊരു കക്കൂസിനൊക്കെ വാതിലും മറത്താനൊക്കെ കൊണ്ടുപോയി അങ്ങനെ ഫ്ലക്സൊക്കെ തീർന്നു. എന്നിട്ട് ഇവരെ പറയാണ് ഇതിനു വേണ്ടി ഞങ്ങൾ നോട്ടീസ് പോലും അടിച്ചിട്ടില്ല. മാത്രമല്ല അതൊക്കെ ചെറിയ നോണേ മക്കളെ, ബാക്കി കേട്ടോളി. അടുത്ത ചോദ്യം, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. തിരികേശം സൂക്ഷിക്കുന്നൊരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. മറുപടി, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവ് ഞങ്ങൾ നടത്തിയിട്ടില്ല. രണ്ടരാഴ്ച മുമ്പ് ഇറങ്ങിയ ആഴ്ച പതിപ്പാണത്. പച്ച മലയാളമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന വല്ല മുടിക്കുട്ടികളും ഈ സമീപത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം. നിങ്ങൾ കൊടുത്തിട്ടില്ല 1000 രൂപ, ഞങ്ങളെ ഏറ്റം കൊടുത്തിട്ടുണ്ടാവൂലേ? നിങ്ങൾ ഉമ്മ കൊടുത്തിട്ടില്ലേ? ഇല്ലെങ്കിൽ അളയാൻ കൊടുത്തിട്ടുണ്ടാവൂലേ? നിങ്ങൾ നാട്ടിൽ നിന്ന് പിരിച്ച് പൈസ കൊടുത്തിട്ടില്ലേ? പക്ഷേ നിങ്ങൾ ഉസ്താദ് പറയുന്നത് ഈ മുടിപ്പള്ളിക്ക് വേണ്ടി നയാ പൈസ പോലും ഞങ്ങൾ പിരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ടേ പ്രതീക്ഷിച്ചത് തന്നെയാണ്. മാത്രമല്ല അതിന് ബാക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യയിൽ ആക്രമണം 2000-ലധികം പള്ളികൾ ഞങ്ങൾക്കുണ്ട്. ഈ മറുപടി കേട്ടപ്പോൾ അഭിമുഖം നടത്തിയ ഈ ആൾ അന്തം വിട്ടുപോയി. ആ അന്തം വിടലിൽ നിന്നാണ് പിന്നെ അടുത്ത ചോദ്യം. തിരികേശപ്പള്ളി എന്നൊരാശയം ഇല്ലെന്നാണോ? തിരികേശം സൂക്ഷിക്കാൻ എന്നൊരു പള്ളി തിരികേശം മർക്കസിലുണ്ട്. അതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്യില്ല. അപ്പീലേക്ക് പണം പിരിക്കുകയോ ഇതിനുവേണ്ടി പള്ളി ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയോ അതിനുവേണ്ടി നോട്ടീസ് പോലും ഞങ്ങൾ അടിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പച്ചമലയാളത്തിൽ 2 ആഴ്ച മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അഭിമുഖത്തിൽ ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇത് പറയുമ്പോ ഇയാൾ പിരിക്കണ കോലൊന്നും നമ്മളെ സാന്ദർഭികമായിട്ട് കേൾപ്പിക്കണല്ലോ. വരട്ടെ. കൂടുതലുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം മകനും മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കളും ഇങ്ങനെ തരുന്നവരുണ്ട്. ആരൊക്കെ പേരില പിരിവ് കൊടുത്തത്? സ്വന്തം പേരില്. പിന്നെ മാതാപിതാക്കളും മക്കള് ഭാര്യ ഭർത്താക്കന്മാരെ പേരിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലർ ആ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ഒരു മുസല്ല സ്ഥലം, മുസല്ല എന്ന് പറഞ്ഞാൽ മുഖ്യക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല, സ്ഥലത്തിന് 25,000 രൂപ കണക്കാക്കി അങ്ങനെ 1-നും 2-നും ഒക്കെ തരുന്നവർ കണ്ടോങ്ങള്. 25,000 ഉറുപ്പിക കണക്കാക്കി 1-നും 2-നും, ഒരു മുസല്ലക്കോ 2 മുസല്ലക്കോ തന്നവരുണ്ട്. സ്വന്തം പേരിൽ തന്നവരുണ്ട്. മാതാപിതാക്കൾ മക്കൾ ഭാര്യ ഭർത്താക്കന്മാരെ പേരിൽ തന്നവരുണ്ട്. എന്നിട്ട് അങ്ങനെ അൽഹംദുലില്ലാഹ് സാധുക്കളായ ജനങ്ങൾ, പാവപ്പെട്ട മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, അത് 3 മൂപ്പര സമ്പാദ്യം. ആ സമ്പാദ്യം ഒന്നുകൂടി പറയട്ടെ. അങ്ങനെ അൽഹംദുലില്ലാഹ് സാധുക്കളായ ജനങ്ങൾ, സാധുക്കളായ അന്തമില്ലാത്ത കുറെ ജനങ്ങൾ. എന്നോട് വെറുപ്പ് തോന്നരുത്. അന്തമുള്ളൊരു മനുഷ്യൻ ആ കൂട്ടത്തിൽ എനിക്ക് ചോദിക്കൂലേ, അല്ല ഉസ്താദ് 2.5 കൊല്ലമായാലും നിങ്ങൾ കായ് പിരിച്ചിട്ട് നിങ്ങൾ പള്ളി ഉണ്ടാക്കി ആ കായ് ഞങ്ങൾക്കൊന്ന് തിരിച്ചു തരി, അതിനൊരു തീരുമാനം ഉണ്ടാക്കിയത് പറയണ്ടേ? എന്നിട്ട് ഇങ്ങനെ ഒരു അഭിമുഖം വന്നാൽ ഞാൻ പൈസ പിരിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അന്തമുള്ള ഒരുത്തൻ ആ കൂട്ടത്തിലേക്ക് ഇതൊന്ന് ചോദിച്ചൂടെ? പരസ്യമായിട്ടല്ലേ ഈ പറയുന്നത്? ആർക്കും ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. കുറെ സാധുക്കളായ ജനങ്ങൾ, പിന്നെ പാവപ്പെട്ട കുറെ മുഅല്ലിമീങ്ങൾ. കാരണം ഓർക്കും ഉണ്ടാൻ പറ്റൂല, കാരണം മുണ്ടിയാ പിന്നെ തൊഴിൽ പോകുമല്ലോ. നോട്ടീസ് ഒട്ടിക്കുന്ന കുറെ മുത്തഅല്ലിമീങ്ങളും. ഈ 3 മൂപ്പർക്കുള്ളത്. അതുകൊണ്ട് മൂപ്പരും ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒത്തൊപ്പിച്ചു പോണ്. സാധുക്കൾ, വളരെ സാധുക്കൾ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. എന്തിനാ ഉസ്താദെ ഒരു കൂപ്പൺ വാങ്ങിയത്? സർക്കസ് കാണാനാണോ? കാരണം പള്ളിക്ക് നിങ്ങൾ കൂപ്പൺ കൊടുത്തിട്ടില്ല, പിരിച്ചിട്ടില്ല, പള്ളി നിങ്ങൾ ഉണ്ടാക്കണില്ല. പക്ഷേ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒരു കൂപ്പൺ വാങ്ങിയിട്ടുണ്ട് എന്നാണ് മൂപ്പര് പറയണത്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള സാധുക്കളുടെ സഹായത്തോടെ, പാവപ്പെട്ടവരുടെ സഹായത്തോടെ, ലോക മുസ്ലിമീങ്ങളുടെ ഐക്യത്തോടെ ആ പള്ളി വരുന്ന മൂപ്പര് പറയണേ, അതിന് ഞങ്ങളാണ്ട് ഒഴിവാക്കി കാണി. എന്താ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് തരന്നാലും വേണ്ടിയില്ല. കാരണം നിങ്ങളെ ചേർത്തി പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളെ പറഞ്ഞതിന് ഞങ്ങൾക്ക് മാനക്കേടുണ്ട്. നേരത്തെ പന്നി രവീന്ദ്രൻ പറഞ്ഞ വിഷയം ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ മുടി നീട്ടി നടക്കുന്നതിന് എനിക്ക് അഭിമാനമുണ്ട്. കാരണം മുടിക്ക് നല്ല മാർക്കറ്റുള്ള കാലാണ് ഇപ്പോഴേ.
നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ടി കെ ഹംസ പറഞ്ഞൊരു വിഷയമാണ്, സൗകര്യം പോലെ നമുക്ക് പറയാം. എന്താ ടി കെ ഹംസ ഒരിക്കൽ SSF നേതാവിനെ കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോ ടി കെ ഹംസ പറഞ്ഞതെന്താണ്? AP സ്വർഗത്ത് കടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹംസാക്ക? ഇയാളെ സഖാബി അന്തം പൊട്ടു. എന്താ അന്തമട? എനിക്ക് നല്ലോണം പരിചയമുണ്ട് പറഞ്ഞു. എന്ത് ചോദിച്ചു? ഞാൻ മത്സരിച്ചന്ന് ഇന്ന ജയിപ്പിക്കാന്ന് പറഞ്ഞ് മർക്കസ് കൂട്ടിക്കൊണ്ടുപോയി യത്തീമക്കളെ മുമ്പിൽ വെച്ച് ഇന്ന ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. എനിക്ക് നല്ല ആശ്വാസമായി തിരിച്ചു പോന്നു. അതിന്റെ പിറ്റേന്ന് എന്റെ എതിർ സ്ഥാനാർത്ഥിനും കൊണ്ടുപോയാണ് ജയിക്കാൻ വേണ്ടി ദ്വാരിപ്പിച്ചു പോകും. എങ്ങനെയുണ്ട്? രണ്ടാണെങ്കിലും ഒരു മണ്ഡലത്തിൽ ജയിച്ചു പോകും. അപ്പൊ ഇന്നോടും കുറച്ച് യത്തീമക്കൾക്ക് ചോറൊക്കെ കായ് വാങ്ങി അയാളോടും വാങ്ങി. അങ്ങനത്തെ മനുഷ്യനാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു അങ്ങനെ പറയല്ലേ സ്വർഗത്തില് ആ സ്വർഗത്ത് കടക്കുകയാണെങ്കിൽ തന്നെ ഹംസാക്ക കടന്ന് കട്ടൻ ചായ കുടിച്ചതിന് ശേഷം മുപ്പരുന്ന് പാടിയൊക്കെ പോകുന്നതാണ്. ഹംസാക്ക പറയാ ഞാൻ സ്വർഗത്തിൽ കടന്നിട്ട് കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോ AP ഇങ്ങനെയൊക്കെ പാടി വെക്കും. ഞാൻ അങ്ങനെ ആക്കും പൊയ്ക്കൊള്ളി അറിയും. കേറാൻ മൂപ്പർക്ക് വയ്ക്കൂല. ടി കെ ഹംസിന് ഹയാത്തിലുണ്ട്, കാന്തൂരിന് ഹയാത്തിലുണ്ട്. അറിയങ്ങള് മൂപ്പര് വളരെ സരസമായി സംസാരിക്കുന്ന ആളാണ് ഹംസാക്ക. കാരണം ഹംസാക്കൊക്കെ നല്ലോണം അറിയാം. കാരണം ഞാനൊരു AP സുന്നാണെന്ന് പരസ്യമായി പത്രസമ്മേളനം നടത്തിയിട്ട് പോലും കേരള യാത്ര മഞ്ചേരിയിലെത്തിയപ്പോ മൂപ്പരെ വിളിച്ചില്ല. അതിന് മൂപ്പര് വല്ലാത്തൊരു സങ്കടമുണ്ട്. അങ്ങനെയാണ് മൂപ്പര് ദേശാഭിമാനിയിൽ പിന്നെ മുടിയെപ്പറ്റിയ ലേഖനാണ് എഴുതിയത്. അതിന് ശേഷം ഹംസാക്കാക്ക് പിന്നെ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം ഹംസാക്കി കുറച്ചൊക്കെ ഓതിയിട്ടുണ്ട്. കുറച്ച് ഹിക്മത്തുള്ള ആളാ മൂപ്പര്. അപ്പൊ ഏതായാലിരിക്കട്ടെ, ഇങ്ങനെ പരസ്യമായിട്ട് ഈ വിഷയത്തിൽ ആളുകൾ ഇതിനെപ്പറ്റി മലീവസമാക്കി ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഈ ലോക മുസ്ലിമീങ്ങൾ ഐക്യത്തോടെ ഉണ്ടാക്കുന്നു എന്നാണ് മൂപ്പര് പറഞ്ഞത്. അതൊക്കെ കുറച്ച് കടന്നുപോയി എന്നേ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ആ പള്ളി നിലവിൽ വരും. അല്ലാഹു അവരെ തൗഫീഖ് നൽകട്ടെ. എന്താ പറഞ്ഞേ ആ പള്ളി? ഇതിലെന്താ ഇത്? അങ്ങനെ പള്ളിക്ക് പിരിച്ചിട്ടില്ല, ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിൽ ഏതാ ശരി? ഇത് സമുദായത്തോട് ബോധ്യപ്പെടുത്തണ്ടേ? ആലിമീങ്ങൾ, സമുദായത്തിന് നേതൃത്വം നൽകുന്നവർ ഇങ്ങനെ കളവ് പറയാവോ? സരിതനൊക്കെ വെറുതെ കുറ്റം പറയാം. സരിത ഞാൻ കട്ടുക്കണമെന്ന് തന്നെ പറഞ്ഞു. കട്ട് കോടിന്റെ കണക്കിലെ വ്യത്യാസമുള്ളൂ. ഇയാൾ പറഞ്ഞു അങ്ങനെ പിരിച്ചിട്ടില്ല, അങ്ങനെ പള്ളി ഉണ്ടാക്കണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ നിലയ്ക്ക് സമുദായത്തിന് മുമ്പിൽ വഷളത്തരത്തിലാവുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇനിയൊക്കെയുള്ള രണ്ടാമത്തെ ഒരു പിരിവ് ഞാൻ കാണിച്ചു തരാം. ആ പിരിക്കണ രൂപത്തിലത് പിരിവ് നല്ല രസകരമായ ഒരു പിരിവാണ്. ആ ഈ മുടിന്റെ സ്രാച്ചിട്ട് പള്ളിയുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫയ്ക്ക് തങ്ങൾ വേദിയിലുണ്ട്. എല്ലാവരും വന്ന് കൈ പിടിച്ച് മുസാഫത്ത് ചെയ്യണം. പ്രായമുണ്ട്, വയസ്സായ ആളാണ്. പക്ഷെ മുസാഫത്ത് ചെയ്യുമ്പോൾ കയ്യിൽ കായ് ഉണ്ടായിരിക്കൽ ഷർത്താകുന്നു. പൈസ ഉള്ളവർ മുസാഫത്ത് ചെയ്താൽ മതി പറയട്ടെ. ഷഹർ മുബാറക് എന്ന മഹത്തായ ഈ സമ്മാനം കേരളത്തിലെത്തിച്ചേർന്നത് ബഹുമാന്യരായ കാന്തപുരം സ്ഥാനത്തിന്റെ പുണ്യമുള്ള കരങ്ങളിൽ, മഹാനവരുടെ കരങ്ങളിൽ തന്നെ നമ്മുടെ സംഭാവനകൾ എത്തിക്കുന്നതിന് സൗകര്യമുണ്ട്. ഇപ്പോൾ വേദിയിൽ നമുക്കൊപ്പം സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, കേരളത്തിൽ അഹ്ലുൽ ബൈത്തിന്റെ ഏറ്റവും കരുത്തനായ സാരഥി, ഈ മഹത്തായ സ്ഥാപനത്തിലേക്കുള്ള സംഭാവനകൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളോട് വിനയത്തോടെ അറിയിക്കുകയാണ്. ഏതായി മഹത്തായ സ്ഥാപനം? ഈ പറയപ്പെടുന്ന ഷാരെ മുബാറക്കി എന്ന മസ്ജിദുൽ ആസാറി എന്ന എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത പള്ളി, ആ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പിരിവ്. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് പ്രായാധിക്യം, ക്ഷീണമുണ്ട്. സംഭാവനകൾ നൽകുന്നവർ മാത്രം കൈപിടിച്ചാൽ മതി എന്നുകൂടി സൗകര്യപൂർവ്വം അറിയിക്കും. അപ്പൊ തങ്ങൾക്ക് ക്ഷീണം കുഴക്കമുള്ളതുകൊണ്ട് സംഭാവന ഉള്ളവർ മാത്രം കൈ പിടിച്ചാൽ മതി. അപ്പൊ ക്ഷീണം കുഴക്കമൊന്നും ഉണ്ടാവില്ല. കാരണം പിടിക്കണവരെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. പൈസ ഇല്ലാത്തവരെ തങ്ങളിപ്പോ അവരെ കൈ പിടിക്കുമ്പോൾ ക്ഷീണം കുഴക്കൊണ്ട് വയസ്സായ ആളാണ്. പൈസയോട് കൂടി പിടിക്കാൻ നേരം കൊടുക്കലും ഇരിക്കുന്നതിന് തകരാറൊന്നുമില്ല. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സ്ഥാപനത്തിന്റെ കരുത്തരായ സാരഥി, നിങ്ങളുടെ സംഭാവനകൾ ഏറ്റുവാങ്ങുന്നു. ആ പുണ്യമുള്ള കരങ്ങളിൽ ഈ മഹാസ്ഥാപനത്തിലേക്കുള്ള നിങ്ങളുടെ വിലപ്പെട്ട വിഹിതങ്ങൾ ഇവിടെ ഏൽപ്പിക്കണം എന്ന് അറിയിക്കുകയാണ്. ഷഹർ മുബാറക് മഹത്തായ മസ്ജിദുൽ ആസാറിന്റെ നിർമ്മാണത്തിന് അതിന്റെ അടുത്ത് ഒരു ചെറിയൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഷഹർ മുബാറക് മസ്ജിദുൽ ആസാറിന്റെ, അത് നമുക്ക് മനസ്സിലായില്ല. കാരണം ഷഹർ മുബാറക്കിനാണ് പിരിവ് നടത്തിയതും, അതിനാണ് കൂപ്പൺ അടിച്ചതും, അതിനാണ് ഫ്ലക്സ് അടിച്ചതും. അതിനു വേണ്ടിയിട്ട് ഇവർ എല്ലാ കോലാഹലങ്ങളും നടത്തിയത്. പക്ഷെ വായുവിൽ തറക്കലൂടെ നടന്നാണ് നമ്മൾ മസ്ജിദുൽ ആസാറി എന്ന് കേട്ടിട്ടുള്ളത്. അതിന്റെ നിർവചനം ഇന്നലെ നമുക്ക് മനസ്സിലായിട്ടില്ല. 1000 രൂപയുടെ കൂപ്പൺ നമ്മുടെ സദസ്സിൽ ലഭ്യമാണ്. 25,000 രൂപയുടെ മുസല്ല ഈ സദസ്സിൽ അതിലും ചേരാനുള്ള സൗകര്യമുണ്ട്. കണ്ടോങ്ങള് 1000 രൂപയുടെ കൂപ്പണ് ചേരാനുള്ള സൗകര്യമുണ്ട്, 25,000 രൂപയുടെ മുസല്ലക്ക് ചേരാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായി പിരിവ് നടത്തിയിട്ട് പിന്നെ പറയാൻ അങ്ങനെ നടത്തിയിട്ടില്ല.
ഇങ്ങനെയാണ് ഇവരിന് പ്രതീക്ഷിക്കാവൂ. ഇനി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കൂടി കേൾക്കി, എന്നിട്ട് നമുക്ക് മറ്റു വിഷയത്തേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം, അത് വെക്കാനായി നിർമ്മിക്കുന്ന പള്ളിയാണ്. 40 കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് 40 കോടി ഉറുപ്പികയാണ് പറഞ്ഞിട്ടുള്ളത്. എയിന്റെ നിർമ്മാണ ചെലവ് കാരണം പള്ളി നിങ്ങൾ എടുക്കണില്ല, അതിനെ പിരിച്ചിട്ടില്ല. പിന്നെ ഏതിന് നിർമ്മാണ ചെലവാ 40 കോടി പറ. ഏറ്റ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ. കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരിയിൽ തറക്കല്ലിടലും കഴിഞ്ഞു. പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ്. കണ്ടങ്ങള് തറക്കലിടൽ കഴിഞ്ഞു, പള്ളിയെടുക്കലോട് തീരുമാനമായില്ല. എന്താ പരിപാടി? തറക്കലിടൽ കഴിഞ്ഞു, പള്ളിയെടുക്കൽ തീരുമാനമായില്ല. ഞാൻ മൂപ്പരെന്നെ പറയട്ടെ. അല്ല, സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. ഓരോന്ന് പറയാ. സ്ഥലമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു. സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പണികൾ ഒന്നുകൂടെ പറയും. പണികൾ പക്ഷെ പള്ളിയെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, പൈസ പിരിച്ചിട്ടില്ല. പക്ഷെ പണികൾ എന്ന് സാഹചര്യക്ക് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ ഒരു വലിയ പൂർത്തിയായാൽ ഉടനെ എന്താ പരിപാടി? ഞാൻ കുറെ ആലോചിച്ചു, എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കുന്നതാണ്. അത് ഈ പള്ളിക്ക് അങ്ങനെ അല്ല. അപ്പൊ എന്താ ഇതിനെ പറ്റി പറയാ? പള്ളിയല്ല, അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ. അപ്പൊ വലിയ പള്ളിയാകുമ്പോ വർക്ക് കൂടുതലുണ്ടാകുമ്പോ പണി പൂർത്തിയായതിനു ശേഷം എന്ത് ചെയ്യും? ആരംഭിക്കും. അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ. അതുകൊണ്ട് അത് പൂർത്തിയായതിന്റെ ശേഷം സ്ഥലം പ്രഖ്യാപിക്കാൻ. പൂർത്തിയായതിനു ശേഷം സ്ഥലം പ്രഖ്യാപിക്കുക. ആയിക്കോട്ടെ, ഇതൊക്കെ സഹിക്കാനല്ല. അപ്പൊ കാട്ടണം. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. കാരണം ഈ പള്ളിക്ക് വേണ്ടി തന്നെ ഒരു 10-25 ഏക്കറോളം സ്ഥലം വേണ്ടി വരും. പള്ളിക്ക് ഒരു 25 ഏക്കർ സ്ഥലം വരും. പക്ഷെ പള്ളി എടുക്കാൻ പിരിച്ചിട്ടില്ല, പള്ളി എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ ഇടയ്ക്കിനെ കാട്ടിത്തരും. ഇവരോടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ നാളെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇയാള് പറ, അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്യും. പള്ളിയും പള്ളിയോടുള്ള അനുബന്ധം, കാർ പാർക്കിംഗ് അടക്കമുള്ള ഈ പറയുന്ന മ്യൂസിയം, ഖുർആൻ, ലൈബ്രറി തുടങ്ങിയ ബന്ധപ്പെട്ട അനുബന്ധ സാധനങ്ങൾക്കെല്ലാം കൂടി ഏകദേശം ഒരു 25 ഏക്കർ ഭൂമി ആണ് കണക്കാക്കുന്നത്. സ്വാഭാവികമായി ഇത്രയും സ്ഥലം രഹസ്യമാക്കി വെക്കുന്നത് എന്തിനാണെന്ന് സംശയം ജനിക്കുമല്ലോ. അതെ, ഓരോന്നും സന്ദർഭത്തിനനുസരിച്ച് പറയുക. ഇപ്പോൾ തറക്കല്ലിടുന്ന സ്ഥലം പറഞ്ഞല്ലോ സ്വപ്നനഗരിയിലാണെന്ന്. കണ്ടങ്ങള് ഇപ്പൊ തറക്കല്ലിടുന്ന സ്ഥലം പറഞ്ഞല്ലോ സ്വപ്നനഗരിയിലാണെന്ന്. അവിടെ ആ സ്വപ്നനഗരി ഇവര് വാങ്ങിയിട്ടുമില്ല, അവിടെ തറക്കല്ലിട്ടിട്ടില്ല. പച്ച കളവാണ് ഈ പറഞ്ഞ. മലയാളത്തിലാണ് ഞാൻ ഈ പറയണത്. മറിച്ചുണ്ടെങ്കിൽ മറുപടി പറ. സ്വപ്നനഗരി ഇവര് വാങ്ങിയിട്ടില്ല, തറക്കല്ലിട്ടിട്ടില്ല. അവിടെ പിന്നെ സ്റ്റേജ് മേൽ വായുവിൽ കട്ടകളി കളിച്ചു. അത് പോകുമ്പോ കട്ട സഞ്ചിലിട്ട് പോവുകയും ചെയ്തു എന്നല്ലാതെ അവിടെ തറക്കല്ലിട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇപ്പൊ തറക്കല്ലിടുന്ന സ്ഥലം പറഞ്ഞ മോനഭാഗം കേൾപ്പിക്കേ. ഓരോന്നും സന്ദർഭത്തിനനുസരിച്ച് പറയുക. ഇപ്പോൾ തറക്കല്ലിടുന്ന സ്ഥലം പറഞ്ഞല്ലോ സ്വപ്നനഗരിയിലാണെന്ന്. എന്നെ അത് എടുക്കുന്ന സ്ഥലം എടുക്കുമ്പോ പറയുന്നു. എങ്ങനെ തറക്കല്ലിടുന്ന സ്ഥലം പറഞ്ഞ സ്വപ്നനഗരി, ഇനി എടുക്കുന്ന സ്ഥലം പറയും. അപ്പൊ എവിടെയല്ല എടുക്കണത്? തറക്കല്ലിട്ടോടത്തല്ല എടുക്കാന്ന് ഉറപ്പായി. അപ്പൊ തറക്കല്ലിടുന്ന സ്ഥലം ഇപ്പൊ പറഞ്ഞു, ഇനി എടുക്കുന്ന സ്ഥലം എടുക്കുമ്പോ പറയും. അപ്പൊ കണ്ടെങ്കിൽ എന്തെല്ലാം ഗൗരവകരമായ വിഷയപരം ബാക്കി പറയട്ടെ. ഓരോ സമയം വരുമ്പോഴല്ലേ പറയുന്നത്. മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ട് ആളുകളോട് മറന്നു പോകണ്ട. കണ്ടങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ട് ആളുകളോട് മറന്നു പോകണ്ട. മാത്രമല്ല, ഈ മുടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന നൗഷാദ് ഹസന് പറയാണ് പള്ളി ഇവിടെ വരൂലട്ടോ. നൗഷാദ് ഹസനാ പറയണത്. രാവും പകലുമില്ലാതെ മുടിക്ക് ഓടി നടന്ന നൗഷാദ് ഹസന് പറയാണ് ഇവിടെ പള്ളി നിലവിൽ വരൂലട്ടോ. പറയട്ടെ. ഈ സാമ്പത്തിക ചൂഷണം നടത്തിയപ്പോ അതിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ഇപ്പോൾ അത് അനുഭവിച്ചു പഠിച്ചത്. അത് തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം, പള്ളി വരുന്നതൊക്കെ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മൂപ്പരിപ്പോ നമ്മോട് ചോദിച്ചാ വലിയ കോളായിട്ട് പള്ളി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ തന്നെയല്ലേ പള്ളി വരുമോ എന്ന് പറഞ്ഞാൽ ഒച്ചമണി ആക്കി നടന്നപ്പോ മൂപ്പർ നമ്മോട് ഇങ്ങോട്ട് ചോദിച്ചാ പള്ളി വരും നിങ്ങൾക്ക് തോന്നണോ? ഞങ്ങൾക്കത് പണ്ടേ തോന്നിയിട്ടില്ല, എപ്പോഴും തോന്നണില്ല, ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ മൂപ്പര് പറയുന്നത്. അത് മാത്രമല്ല എത്ര പിരിവുകൾ പിന്നെ ഓരോ പിരിവുകളെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ അതിനെ പറയുന്നില്ല. പിരിവുകളെ പറ്റി നിങ്ങൾ പറയണ്ട, കാരണം നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റൂല. അത് ഞാൻ തന്നെ പറഞ്ഞു. നിങ്ങളിപ്പോ യുദ്ധരിക്കാണല്ലോ. അല്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റൂല, മനുഷ്യന്മാരെ കാണാനും പറ്റൂല, മുണ്ടാനും പറ്റൂല. അപ്പൊ നിങ്ങൾ യുദ്ധത്തെ തീർന്നിട്ടുണ്ട് ഇറങ്ങി വരി. അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ യുദ്ധരിക്കാൻ ശേഷം ഞങ്ങളൊക്കെ ഉണ്ട്, കുറച്ചേരം ഞങ്ങൾ ആ വിഷയങ്ങൾ പറയാം. ഞാൻ കൂടുതലൊന്നും ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യത്തിന്റെ വിഷയങ്ങൾ എത്തി നിൽക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ സാന്ദർഭികമായി പറയാം. കാരണം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ പോലും വിളിച്ചിട്ട് സമയം അധികമായിട്ടുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുന്നു. ഇവിടെ മുടിയുടെ നീളവുമായി ബന്ധപ്പെട്ട വലിയ തർക്കമാണ്. മോനെ 222 മുടിയുടെ നീളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. മർക്കസിൽ കൊണ്ടുവന്ന മുടി നീളമുണ്ടെന്ന് ബഹുമാനപ്പെട്ട തോട്ടുമുക്ക സഖാഫി ഇവിടെ പറഞ്ഞു. നീളമുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. കത്രി കൊണ്ട് പോലും വെട്ടിയാൽ നമ്മൾ ഉത്തരവാദിയാവൂല. കാരണം കൊടുത്ത ഖദറിന്റെ അടുത്ത് നീളമുള്ള മുടിയാണ്, ഇവിടെ കൊടുത്ത ജാര്യാവാന്റെ അടുത്ത് നീളമുള്ള മുടിയാണ്. നീളമുള്ള മുടിയാണ് കാന്തപുരത്ത് കൊടുത്തത്, വിവരം കിട്ടിയത് നീളമുള്ളതാവുമല്ലോ, വെട്ടിയാൽ ഞങ്ങൾ ഉത്തരവാദിയാവൂല. ഖസറജിന്റെ പക്കലുള്ള വീട്ടിലുള്ള മുടി നീളമുള്ള മുടിയാണെന്ന് ഇന്ത്യ വിഷൻ ദുബായ് ബ്യൂറോ പുറത്തുവിട്ട വാർത്ത നമ്മൾ പറയട്ടെ. തിരുവേഷ വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് ഇന്ത്യ വിഷൻ ദുബായ് ബ്യൂറോ അഹമ്മദ് അൽ ഹസർജിയുടെ വീടന്വേഷിച്ചിറങ്ങിയത്. ഈ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തിരുവേഷമാണ് അഹമ്മദ് അൽ ഹസർജി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയത്. ആ ഹസറജിയുടെ വീട്ടിലുള്ള മുടി സൂക്ഷിച്ച മുടിയാണ് കാന്തപുരത്തിന് നൽകിയത്. ആ വാക്ക് മറക്കരുത്. സൗദി അറേബ്യയിലെ പ്രമുഖ ഗോത്രങ്ങളിൽ ഒന്നാണ് ഹസ്രജി ഗോത്രം. ഹസ്രജി ഗോത്രത്തിലെ പ്രമുഖനായ മുഹമ്മദ് ബിൻ അഹമ്മദ് ഹസർജിയെ UAE രാഷ്ട്രശില്പിയായ ഷെയ്ഖ് സായിദ് UAEയിലേക്ക് കൊണ്ടുവന്നെന്ന് പറയപ്പെടുന്നു. മുഹമ്മദ് ബിൻ ഹസർജിയുടെ മകനായ അഹമ്മദ് അൽ ഹസർജി പുരാവസ്തു ശേഖരണത്തിൽ കമ്പമുള്ള ആളാണ്. പുരാവസ്തുക്കൾ തേടിയുള്ള യാത്രയിലാണ് തിരുകേശം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്. UAE ഭരണാധികാരികളുടെ അറിവോടെയാണ് അബുദാബിയിലെ മ്യൂസിയത്തിന് സമാനമായ വീട്ടിൽ തിരുകേശം സൂക്ഷിക്കുന്നത്. നബിദിനം റംസാൻ വൈക്കോലും കെട്ടല്ല, ഖസറജിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്ന മുടിക്കെട്ടാണിത്. ഇത് ഞങ്ങൾ പുറത്തു വിട്ടല്ല, ഇന്ത്യ വിഷൻ പുറത്തു വിട്ടതാ. ഏതാ നിങ്ങൾ കേസ് കൊടുക്കണതിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളുകളല്ലേ, എന്താ നിങ്ങൾ ഇന്ത്യ വിഷനെതിരെ കേസ് കൊടുക്കാത്തത്? നാട്ടികസ്ഥാന ഭാഷ പറഞ്ഞ ഉള്ളുവാണ്ട് മുറി. ബാക്കി ഈ പ്രത്യേക ദിനങ്ങളിൽ ഇവിടെ കേശം പ്രദർശിപ്പിക്കും. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കേശത്തിലൂടെ ശുദ്ധജലം ഒഴിക്കും. ഒഴുകിവരുന്ന വെള്ളം പ്രത്യേക സംവിധാനത്തിലൂടെ ബോട്ടിലുകളിൽ ശേഖരിക്കും. കേശം പൊതിഞ്ഞ തുണിയും ബോട്ടിലിലെ വെള്ളവും വിശ്വാസികൾക്ക് നൽകും. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തന്നെയാണോ ഈ കേശം എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. അത് റസൂലുള്ളാഹിന്റേതാണ് എന്നതിന് ശാസ്ത്രീയമായ തെളിവില്ല. കണ്ടുപിടിക്കുന്നതിനുള്ള ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിനും കേശം വിധേയമായിട്ടില്ല. കേശം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെ അഗ്നിബാധയോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായാലും കേശം നശിക്കില്ലെന്നാണ് അവകാശവാദം. വർഷത്തിൽ 3 ദിവസമാണ് ഹസർജിയുടെ വീട്ടിൽ കാന്തപുരത്തിന് കേശം അതാണ് കാന്തപുരം. ഈ പരിപാടി സാധാരണ മൂപ്പര് പങ്കെടുക്കാറുണ്ട് അത്ര അബുദാബിയിലെ പരിപാടിയിൽ. ഇത് കണ്ടപ്പോൾ നല്ല ഏർപ്പാടാണ് മൂപ്പർക്ക് തോന്നിയേക്കും. ഏതായാലും ഈ സൗഹൃദമാണ് കാന്തപുരത്തിന് ഹസർജിയെ മുടി കൊടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സൗഹൃദമാണ് കാന്തപുരത്തിന് കേശം സമ്മാനിക്കാൻ ഹസർജിയെ പ്രേരിപ്പിച്ചത്. കേശം യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടേത് തന്നെയോ? ഈ ചോദ്യം വാദപ്രതിവാദത്തിലേക്ക് പോയപ്പോൾ ചരിത്രം അറിയാൻ ഇന്ത്യ വിഷൻ ശ്രമിച്ചെന്ന് മാത്രം. കണ്ടോള്. അപ്പൊ ഇത്രയും നീളമുള്ള മുടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മറുപടിയായിട്ട് രംഗത്ത് വന്നു. പറയട്ടെ. പിന്നെന്താ പരിപാടി? ഏകദേശ കള്ളത്തരീക്കതാര സ്വഭാവത്തിന് നിങ്ങൾ കാണാം. മുടിക്ക് നീളം നടക്കുന്നുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണാൻ നീളമുള്ള മുടി. അത് ശരി. പെണ്ണുങ്ങളെക്കാളും വലിയ നീളമുള്ള മുടിയായിരുന്ന കള്ളത്തൊരിക്കത്തുകാരെ മുടി. അല്ല, അപ്പൊ ഖസറജിന്റെ വീട്ടിലെ മുടിക്കോ നീളമുണ്ട്. അപ്പൊ അത് കള്ളത്തൊരിക്കത്തുകാരെ മുടിയാണോ? ആണെന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത്. ഏകദേശ കള്ളത്തരീക്കത്താർ മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. അത് ശരി. എന്നാ പരിധികളാണ് പറഞ്ഞാൽ നമുക്ക് വിഷയമാണ് തീരുമല്ലോ. അപ്പൊ നബി തങ്ങൾ മുടിക്ക് വെക്കുന്നതിന് നീളത്തിന് പരിധി പറഞ്ഞിട്ടുണ്ട്. എന്നാ പരിധി ഒന്ന് പറ. ഈ കാലിന്റെ ചൂടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണം. അത് ശരി. അവിടെയാണ് വെട്ടിയപ്പോ ഇത്ര നീളമുള്ള മുടി ഉണ്ടാവുമോ? ഉണ്ടാവൂല. അപ്പൊ ഖസറജിന്റെ അടുത്തുള്ള മുടിക്കോ നല്ല നീളമുണ്ട്. അപ്പൊ ഇത് റസൂലുള്ളാഹിന്റേതാണോ? നിങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്ത് റസൂലുള്ളാഹിന്റേതല്ല. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ വെക്കാൻ ഹറാമാണ്. ആ വിധത്തിൽ ഞങ്ങൾ ഈ ചൂടാണ്. നിങ്ങൾ തന്നെ നീളമുള്ള മുടി ഞങ്ങൾക്ക് പറഞ്ഞത്. എന്നിട്ടിപ്പോ ചൂടാകുക. ഈ നീളമുള്ള മുടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങളാണ്. അതിപ്പോ മുമ്പ് ചൂടാണ് നോക്കിയാൽ നിങ്ങൾ കഥ. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാൻ ഇപ്പൊ പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം അതുകൊണ്ടാ പിടിക്കാൻ വേണ്ടി ഞങ്ങളവിടെ ഇറങ്ങിയതും. മുടിക്കത്തില്ല നീളം അറിയാം.
എന്റെ ഒരു ബാർബർ ഷാപ്പ് പോന്നേ കണ്ടോ നിങ്ങള് ഈ നിലയ്ക്ക് ചൂടകപ്പം ഈ നീളമുള്ള മുടി സമുദായത്തിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയവരാണ്. ഇത്രയും അഴിമസമായ ഒരു സാഹചര്യമുണ്ടാക്കി, വളരെ മോശപ്പെട്ട സാഹചര്യം കേരളത്തിന്റെ മണ്ണിലുണ്ടാക്കി, പുണ്യപ്രവാചകന്റെ രൂപത്തിലും ഭാവത്തിലും മുടിയുടെ വിഷയത്തിലുമൊക്കെ പരസ്യമായ സുന്നത്തി ജമാഅത്തിന് വിശ്വാസം നിരക്കാത്ത കാര്യങ്ങളുണ്ടാക്കി സമുദായത്തെ മലീമസപ്പെടുത്തിയിട്ടുള്ള ആളുകൾ അതുകൊണ്ട് സത്യം പോലെ മനസ്സിലാക്കി സത്യത്തിൽ അടിയുറച്ചു നിന്ന്